ഇവരെല്ലാവരും ചുരിദാറിട്ട് നടക്കുമ്പോൾ താൻ മാത്രം വേണ്ടിയിട്ട് വരണ്ട എന്ന് പറഞ്ഞ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പം ചെയ്യുന്നത് ഫുൾ ഹൈ ഫാഷൻ ഫോട്ടോകൾ. സഖാവേ എന്ന് പറഞ്ഞിട്ടൊരു വിളിയും താങ്കൾ ഇങ്ങനെ മാറുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവര് ജീവിക്കുന്നത് ഏതാണ്ട് അടിമകളെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. SFIക്കാരെ ആരെ കണ്ടാലും തല്ലിക്കൊള്ളാനാണ് അന്നത്തെ കോളേജിലുള്ള MSFും KSUക്കാരുടെയും ധാരണ. അവൻ കാണിക്കുന്നത് പോവാന്നാ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു വാ കേറ് ഇവന്മാരെ ഇതാക്കുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്റെ വണ്ടി നടു റോട്ടിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് വയ്ക്കും. ഇവരെല്ലാരും ദയനീയമായിട്ട് നീ എന്ത് പരിപാടിയെ കാണിച്ചു. അന്നത്തെ വിലപിടിപ്പുള്ള ഒരു കാറ് സൈഡിൽ കൂടെ പോകുന്നു. എന്റെയും ഹരിയുടെയും പേര് ഉറക്ക ഒരു പെൺകുട്ടി വിളിച്ചു പറയുന്നു. ഞങ്ങൾക്ക് വലിയ ഞെട്ടലാവുന്നു. ഞാൻ വണ്ടി നേരെ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു, കിട്ടുന്നില്ല. എവിടെയാ ബ്രേക്ക് എന്ന് പറയുന്നത്? നേരെ അകത്ത് പോയി ഇടിച്ചു നിൽക്കുന്നു. വീട്ടിലേക്ക് വീടിന്റെ ഗേറ്റിൽ 8 താമര. ഈ ബസ്സുകാരൻ്റെ അടുത്ത് റോബൻ ഇംഗ്ലീഷിൽ തുടങ്ങി, അത് കഴിഞ്ഞ് തമിഴിൽ തുടങ്ങി, ഒരു പിടുത്തവും ഇല്ല. അവസാനം ഇവരൊക്കെ നമുക്ക് എതിരായി. ബുള്ളറ്റിന്റെ ഒരു പ്രശ്നം പറയാം, നമ്മളെ ടെൻഷനായി വണ്ടി ബുള്ളറ്റിന് അതിനേക്കാൾ ടെൻഷനാവും. ട്രാവൽ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ട്രാവലിസ്റ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു ട്രാവലർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ട്രാവലർ എന്നതിനപ്പുറം ഫാഷൻ ലോകത്ത് വളരെ സെൻസേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ജിബിൻ ചേട്ടൻ, ഫാഷൻ ഫോട്ടോഗ്രാഫർ ജിബിൻ ടി സോമചന്ദ്രൻ. താങ്ക് യു ചേട്ടാ, വെൽക്കം ടു ദി ഷോ. സെൻസേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ഞെട്ടലുണ്ടായിരുന്നു. അത് വേണം. അത് ഇത് പറഞ്ഞ പോലെ നമ്മുടെ ജെബിൻ ചേട്ടൻ ഉണ്ടല്ലോ, ജെബിൻ ചേട്ടന്റെ ഒരു ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ നടക്കില്ല. ജെബിൻ ചേട്ടൻ എഴുതുന്ന ഇൻട്രോ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു രഞ്ജി പണിക്കർ ടച്ച് വരില്ല, മറ്റേ കാറ്റസ്ട്രോഫിക് ഡോൺ, അപ്കമിങ് ടെറർ, ആ ഒരു. അല്ല, ഇപ്പൊ അങ്ങനെ പറയേണ്ട സിറ്റുവേഷൻ ആണ് ശരിക്കും. പണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നും പറയാതിരിക്കാൻ, മാറിയിരിക്കാൻ രക്ഷയില്ല. അതെ, പ്ലാൻ ബി ആക്ഷൻസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ പേര്. പ്ലാൻ ബി ആക്ഷൻസ് അറിയപ്പെടുന്നത്. അതെ, അത് പിന്നെ ഞാൻ പതുക്കെ മാറി പ്ലാൻ ബി ആക്ഷൻസ് ബൈ ജിബിൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഇതാക്കി. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്ലാൻ എ എന്തായിരുന്നു എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പ്ലാൻ ഓൾറെഡി ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു. ഏഷ്യാനെറ്റില് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. സി കേരളത്തിലെ സീനിയർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. കുറെ ഷോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നിവിൻ പോളിയുടെ ഒക്കെ ഷോ ആണ് അവസാനം ഏഷ്യാനെറ്റിൽ ചെയ്യുന്നത്. നിവിൻ പോളിയുടെ ഷോ ഡയറക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ഫിലിം അവാർഡ്സിൽ ജയറാമേട്ടന്റെയും ഉർവശേഷിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ഡയറക്ട് ചെയ്തതിനു ശേഷമാണ് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങുന്നത്. ഏഷ്യാനെറ്റ് ഒരുപാട് കൊല്ലല്ലേ? ഏഷ്യനെറ്റ് ആണ് സത്യം പറഞ്ഞ എന്റെ യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത് 2005 ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആവുന്നത്. BSc സുവോളജി ആയിരുന്നു, കേരളവർമ്മ കോളേജ് തൃശ്ശൂർ. 2005 പാസ് ഔട്ട് ആയിട്ട് 2006 ഞാൻ ഏഷ്യനെറ്റിൽ ജോയിൻ ചെയ്തു. 2006 ഡിസംബറിലാണ് അവിടെ ഒരു പ്രോഗ്രാമിന് അസിസ്റ്റന്റ് ആയിട്ട് ഒക്കെ പോകുന്നത്. അത് നമ്മുടെ ഹരി പി നായർ അറിയാലോ, സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഒക്കെ ഉള്ള ഹരി പി നായർ ഓൾറെഡി അവിടെ പ്രൊഡ്യൂസറായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്റെ കേരളവർമ്മ കോളേജിലെ സൂപ്പർ സീനിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻ വെച്ച് സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി പോയതാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവുക എന്നുള്ളൊരു കാരണം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് ഇതുപോലെ ഇപ്പോഴുള്ള ആളുകളെ പോലെ കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മൾ കോളേജ് കഴിയുന്നു, എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നു. പഠിക്കുന്ന സമയത്ത് പഴയ ഫിലിം ക്യാമറയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഏഷ്യനെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഏഷ്യനെറ്റില് സീരിയലിൽ അഭിനയിക്കാൻ പോയി. ഒരു 10 എപ്പിസോഡോളം ചെയ്തു. ഒരു ദിവസം ഒരു എപ്പിസോഡ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അന്ന് കേരളവർമ്മ കോളേജ് നാടകത്തിന് ബെസ്റ്റ് ആ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തന്നെ വിചാരിക്കുന്നത് നമ്മൾ വലിയ നടനാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അവിടെ പോയി ഒരു 10 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും എപ്പിസോഡ് കാണുന്നത്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, പണി പാളി. അപ്പൊ എല്ലാവരും ഭയങ്കര പ്രോത്സാഹനമാണ്, നന്നായി ചെയ്യുന്നത്. ഒന്നുമല്ല, നമ്മൾ സ്ക്രിപ്റ്റ് പറയുന്നു, പഠിക്കുന്നു, ഓവർ ആക്ട് ചെയ്തിട്ട് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഏഷ്യനെറ്റിൽ അസിസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവിടെ അസിസ്റ്റന്റ് ആയിട്ട് കയറി, പ്രോഗ്രാം അസിസ്റ്റന്റ് ആയിട്ട് പുളിയറക്കുളം സ്റ്റുഡിയോയില് ട്രിവാൻഡ്രത്ത്. ഡിസംബറിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറുന്നത്. ഒരു ഫെബ്രുവരിയിലോ മാർച്ചിലോ 2007 ജനുവരി ഫെബ്രുവരി ആ സമയത്ത് എപ്പോഴോ ഒരു ഇന്റർവ്യൂ വരുന്നു. അവിടെ പുതിയ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനെ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ. ഞാൻ കൊടുക്കുന്നില്ല, അപ്ലിക്കേഷൻ അതിന്റെ ആവശ്യമില്ല, നമുക്കൊന്നും അറിയില്ലല്ലോ. BSc സുവോളജി വെച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത്. പിന്നെ ആരോ എന്നെ നിർബന്ധിച്ച് ഒന്ന് കൊടുത്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, എനിക്ക് കിട്ടുന്നു.
അവിടെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ അധികം ആൾക്കാർ അസിസ്റ്റൻസ് ആയിട്ട് അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു ഏഷ്യൻ പ്ലസ്സിൽ. അന്ന് ഒരുപാട് ലൈവ് ഷോസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതായിരുന്നു പരിപാടി. അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. അത് ഓൺലൈൻ എഡിറ്റിംഗ് ജോലി ചെയ്യുന്നതും ഏഷ്യനെറ്റില് പ്രൊഡ്യൂസേഴ്സ് തന്നെയായിരുന്നു. പിന്നെ അത്യാവശ്യം ചെറിയ സ്ക്രിപ്റ്റിംഗ് പരിപാടികളും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കിത് വലിയ താല്പര്യമുള്ള വിഷയമായിരുന്നു. പക്ഷെ ഇതൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളേ അല്ല. അന്ന് മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്തെങ്കിലും വിഷ്വൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളതോ ആനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2004-2005 സമയത്ത് ഇതൊക്കെ അതിൻ്റെ ഒരു എമർജിങ് സ്റ്റേജാണ്. പക്ഷെ അന്ന് അതിന്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കായിരുന്നു. അപ്പൊ അതൊന്നും അത് ചിന്തിക്കുന്നില്ല. അതിനുശേഷമാണ് അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്ത് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയതിനു ശേഷമാണ് സത്യത്തിൽ ഞാൻ പണി പഠിക്കുന്നത്. അതിപ്പോ പറയുമ്പോ അതൊരു കോൺട്രവേഴ്സി ആയിരിക്കും. കാരണം നമ്മൾ അന്ന് ഇന്നിപ്പോ എന്തൊക്കെ പഠിച്ചിട്ടാണ് ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ ജോലിക്ക് കയറുന്നത്. അല്ല, ഞാനും നമ്മുടെ ചേതനയില് പഠിച്ചിട്ട് ടെലിവിഷൻ പ്രൊഡക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ട് ഈ ഏഷ്യനെറ്റിലെ സ്ഥിരം അതേ പുള്ളിയർക്കോണം സ്റ്റുഡിയോയിൽ ഒന്ന് കയറുമ്പോ എനിക്ക് അവിടെ ചെന്ന മനസ്സിലായി ഞാൻ പഠിച്ചൊന്നല്ല ചാനൽ എന്നുള്ളത്. പ്രാക്ടിക്കൽ സൈഡിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കാര്യം. അപ്പൊ എനിക്ക് പിന്നീട് സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് തുടങ്ങുന്ന സമയമാണ്. കൊച്ചിയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കോഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ ബാച്ചോ രണ്ടാമത്തെ ബാച്ചോ മറ്റു സമയത്ത് ഞാൻ അവിടെ പോകുന്നു, അഡ്മിഷനൊക്കെ കിട്ടുന്നു. പക്ഷെ അന്ന് എനിക്ക് 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്റെ ഫീസ്. അത് അന്ന് അതില്ലാത്തതുകൊണ്ട് ഞാനത് സങ്കടത്തോടു കൂടി പോയില്ല. പിന്നീടുള്ള ഒരു കോമഡി എന്താന്ന് വെച്ചാൽ, ആ കോഴ്സിന് ജോയിൻ ചെയ്ത് 3 വർഷം 4 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങി വന്നിട്ടുള്ള ആൾക്കാർ പിന്നെ എന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വന്നു. അപ്പോ അല്ല, അതൊരു രസകരമായിട്ടുള്ള അത് നിമിത്തങ്ങളാണ് ഓരോന്നൊക്കെ. അത് അവിടെ ഏഷ്യനെറ്റിലെ പുള്ളിയർക്കോണം സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ സ്ഥിരമായിട്ട് കുറെ പരിപാടികൾ ചെയ്യുന്നു. അതിനുശേഷം എന്റെ ഭാഗ്യത്തിനോ എനിക്ക് എന്തോ തിരുവനന്തപുരം അത്ര സെറ്റാവുന്ന സ്ഥലമല്ല. എന്റെ ഭാഗ്യത്തിന് അന്ന് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. കൊച്ചി ഇപ്പൊ പറയുമ്പോഴൊന്നും അറിയില്ല, അന്നത്തെ ഏഷ്യനെറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി എന്ന് പറഞ്ഞൊരു ദുർഗുണ പരിഹാര പാഠശാലയായിരുന്നു. അവിടെ എന്തെങ്കിലും കുഴപ്പം മുപ്പിക്കുന്ന ആൾക്കാരെ, പുള്ളിയർക്കോണത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ തട്ടുന്ന സ്ഥലമാണ് കൊച്ചി. അത് പഴയ പബ്ലിക് ലൈബ്രറി ബിൽഡിങ്ങിലൊക്കെയാണ് അതിന്റെ ഓഫീസായിരുന്നത്. അന്ന് ഡയാന സിൽവസ്റ്റർ മാമാണ് അവിടുത്തെ സീനിയർ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനുണ്ട്, ഹരിയും കൂടെ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഞാൻ മാജിക് മൊമെന്റ്സ് വിത്ത് ലാൽ ജോസ് എന്ന് പറഞ്ഞ ലാൽ ജോസിന്റെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് ഞാൻ വരുന്നത്. എന്റെ യാത്രകൾ എന്ന് പറയുന്ന എന്റെ ഒരു നല്ല വേർഷൻ തുടങ്ങുന്നത് ചിലപ്പോ കൊച്ചിയിൽ വന്നതിന് ശേഷമായിരിക്കും. ഈ ബൈക്കും ബുള്ളറ്റും. അതെ അതെ. അപ്പോ അത് എന്റെ ഒരു പണ്ട് ഈ യമഹ ലിബ്രോ ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇതുപോലെയല്ല. ഇന്നിപ്പോ ആളുകൾക്ക് ഒരു തിരുവനന്തപുരം പോവാ, അല്ലെങ്കിൽ ചെന്നൈ പോവാ, ബാംഗ്ലൂർ പോവാന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അന്ന് ബൈക്കിൽ അത്രയും ദൂരം പോവാന്നൊന്നും പറയുന്ന അത്ര കോമൺ ആയിട്ടുള്ള കാര്യമേ അല്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർന്ന് ട്രെയിനിലാണ് ഈ ബൈക്ക് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവിടെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ആദ്യമായിട്ടൊരു ലോങ് യാത്ര എന്ന് പറയുന്നത് ഈ ബൈക്ക് കൊച്ചിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ യാത്രയാണ്. പക്ഷെ ഒരു രസം എന്താന്ന് വെച്ചാൽ, കൊച്ചിയിലെത്തിയിട്ട് എനിക്ക് അതിന്റെ ഒരു ത്രില്ല് തീർന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ, എന്നാ പിന്നെ മൂന്നാറല്ല, തൃശ്ശൂരാണല്ലോ വീട്. അന്ന് നേരെ തൃശ്ശൂര് പോയി വീട്ടിൽ അമ്മേനെ കണ്ട് തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് വന്ന കൊള്ളാല പരിപാടി എന്നുള്ള പരിപാടിയായി. അത് പിന്നെ ആ ബൈക്കില് എന്താ കാര്യം വെച്ചാൽ, അതിനുശേഷമാണ് ഞാൻ ബുള്ളറ്റിലേക്ക് മാറുന്നത്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലേക്ക്, പഴയ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. അതിന്റെ റീസൺ എന്താണെങ്കിൽ, ഈ ചെറായി ഭാഗത്ത് കൂടെ ഒരു ദിവസം ഏതോ ചെറായി ബീച്ചൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബസ് സൈഡിലൂടെ പോയപ്പോ ഈ ബൈക്ക് അത്ര ബലമുള്ളൊരു ബൈക്കല്ലല്ലോ, അതിന്റെ ലിബ്രോ. അപ്പൊ അതിന്റെ ഒരു എയർ ഗ്യാപ്പ് വന്നിട്ട് പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോവുകയും ഞാൻ ആകെ പേടിക്കുകയും ഒരു സൈഡിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അന്ന് ആരോ പറഞ്ഞു ബുള്ളറ്റ് ആണെങ്കിൽ ഈ പ്രശ്നം വരില്ല എന്ന് പറഞ്ഞപ്പോ അന്ന് തന്നെ ഈ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഒരു പഴയ ഒരു ബുള്ളറ്റ് പോയി മേടിക്കുന്നു. അതിന്റെ ബ്രേക്ക് സിസ്റ്റം ഒന്നും അറിയാണ്ട് ആദ്യമേ തന്നെ ഒരു ബസ്സിന്റെ പുറകെ കൊണ്ട് കയറുന്നു. അതായത് ബസ് നിർത്തിയിട്ടിരിക്കുക, ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ ബസ് ഒരു റെയിൽവേ ക്രോസിന്റെ അവിടെ നിർത്തിയിട്ടിരിക്കുക. ഞാൻ വണ്ടി നേരെ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു, കിട്ടുന്നില്ല. എവിടെയാ ബ്രേക്ക് എന്ന് പറയുന്നത്, നേരെ അകത്ത് പോയി ഇടിച്ച് നിൽക്കുന്നു. ഞാൻ അവിടെ തന്നെ നിന്നു, അതായത് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ബസ് മറ്റേ സിഗ്നൽ വന്നപ്പോ ബസ് എടുത്തു പോകുന്നു, ഒരച്ചിട്ട് എടുത്തു പോകുന്നു. ഞാൻ അതിനുശേഷം പതുക്കെ സ്റ്റാർട്ട് ചെയ്ത്
അപ്പോ പിന്നെ അത് ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഏഷ്യനെറ്റിൽ ചേട്ടൻ ചെയ്തിരുന്ന അയൺ ഹാർട്സ് എന്നുള്ള ഷോ ഉണ്ടല്ലോ, എന്റെയൊക്കെ ഓർമ്മയിൽ നമ്മളൊക്കെ കുറച്ച് ഈ പറയുന്ന യാത്രകളോടൊക്കെ ഇഷ്ടം വരാൻ അല്ലെങ്കിൽ അത് കൂടാനൊക്കെ കാരണം അയൺ ഹാർട്സ് ആയിരുന്നു. അതെ അതെ, ആ ഷോ എങ്ങനെയായിരുന്നു? ആ ഷോ നമ്മുടെ ഏഷ്യന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന MR രാജൻ സാറാണ് എന്റെ ബോസ് ആയിരുന്നത്. അപ്പൊ അദ്ദേഹമാണ് അങ്ങനെ ഒരു അഡ്വഞ്ചർ ഷോ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടുന്നില്ല. പക്ഷെ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ബൈക്ക് സ്റ്റണ്ടിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫീച്ചർ ചെയ്യുന്ന ഷോ അയൺ ഹാർട്സ് ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ MTV സ്റ്റണ്ട് മാനിയൊക്കെ വരുന്നത്. ആ ക്ലബ്ബ് ഇപ്പോഴും ഉണ്ട്, ഒരു DFG സ്റ്റണ്ട്സ് എന്നൊക്കെ പറഞ്ഞ ക്ലബ്ബായിരുന്നു. അപ്പൊ അന്ന് അയൺ ഹാർട്സ് തുടങ്ങുന്ന സമയത്ത് ജോവിറ്റ ജോർജ് ആയിരുന്നു എന്റെ ആങ്കർ, ഫീമെയിൽ ആങ്കർ. മിഥുൻ അരവിന്ദ് ആയിരുന്നു അതിന്റെ മെയിൽ ആങ്കർ. അപ്പൊ മിഥുൻ അത്യാവശ്യം അഡ്വഞ്ചർ പരിപാടികൾ അറിയാം, ജോവിറ്റയും കുറച്ചൊരു ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അന്ന് അതിന്റെ പ്ലാൻ മൊത്തത്തിൽ നമ്മൾ മാറ്റി. അന്ന് ഇതുപോലുള്ള ഡിജിറ്റൽ റെക്കോർഡിംഗ് മീഡിയ അല്ല, അത് ടേപ്പ് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന പഴയ ക്യാമറ 400 ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഗോപ്രോ എന്ന് പറയുന്നത് ചിന്തിക്കണ്ട, സ്റ്റഡി ക്യാം ഇല്ല, ഒന്നുമില്ല. ട്രൈപോഡിൽ ക്യാമറ വെക്കുക, അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണെങ്കിൽ ഹാൻഡ് ഹെൽഡ് ക്യാമറ യൂസ് ചെയ്യുക. ഒരു ക്യാമറയേ ഉള്ളൂ. 2 ക്യാമറ എന്നൊക്കെ പറഞ്ഞ ലക്ഷറിയാണ് ആ സമയത്ത്. ആ ഒരു ക്യാമറ വെച്ചിട്ടാണ് അത്രയും ഷോ നമ്മൾ ചെയ്തത്. പറഞ്ഞത് അയൺ ഹാർട്സ് എന്ന് പറഞ്ഞ ഷോയിനെ കുറിച്ചാണ്. അപ്പൊ ഇന്നും അയൺ ഹാർട്സ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് അന്നത്തെ കാലത്ത് ഇപ്പൊ ഈ 90s കിഡ്സ് ഒക്കെ ആയിരിക്കണം ചിലപ്പോ അതിന്റെ ഫാൻസ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാര്, നല്ല ഫാൻ ബേസ് ഉള്ള. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്താണെന്ന് ആലോചിക്കണം. അപ്പൊ ആ ഷോ ഒരു സമയത്ത് വരാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാടധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ ഷോ നമ്മളിപ്പോ എന്താ വെച്ചാൽ എന്റെ ഒരു കോൺസെപ്റ്റില് അത് കൺവെൻഷനായിട്ട് ചെയ്തിട്ടിരുന്ന എല്ലാ പരിപാടികളും ബ്രേക്ക് ചെയ്ത് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഏഷ്യനെറ്റിൽ കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്, ചെറിയ കാര്യങ്ങളുണ്ട്, എഡിറ്റിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ട്, അങ്ങനെ അറിയാലോ. അപ്പോൾ ആ ഷോ മുഹമ്മദ് റാഫി ആയിരുന്നു അന്നത്തെ എഡിറ്ററും ഗ്രാഫിക് ആർട്ടിസ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള ആകെ 2 എഡിറ്റേഴ്സ് ഉണ്ട്, സുരേഷ് ഏട്ടനും റാഫിയും പിന്നെ ഒരാളൊക്കെ ഉണ്ട്. അപ്പോൾ റാഫി ആയിരുന്നു ആ ഷോ എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങൾ ഇരുന്ന് തീരുമാനിക്കായിരുന്നു ആ ഷോയ്ക്ക് ഒരു പ്രത്യേക ഗ്രേഡിംഗ് സ്റ്റൈൽ വേണം, എഡിറ്റിങ്ങിന് ഒരു പ്രത്യേക പാറ്റേൺ വേണം, ഒരു എഡ്ജിൽ സോഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ഗ്രേയിഷ് ഒക്കെ ആയിട്ടുള്ള ടോണാണ്. ഇപ്പൊ റിയൽ ആയിട്ട് പച്ചൊന്നും കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നേരെ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഒരു ടോണാണ്. അപ്പൊ അത് ഉറപ്പായിരുന്നു അത് റിജക്ട് ചെയ്യും. അപ്പോ ഇതെന്താ ഒരു സൺഡേ മറ്റോ ആണ് അതിന്റെ ടെലികാസ്റ്റ്. എനിക്കറിയാം നേരത്തെ ടേപ്പ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ റിജക്ഷൻ പറയും, റീ എഡിറ്റ് ചെയ്യാൻ പറയും എന്നറിയാവുന്നതുകൊണ്ട് അത് വെച്ചോണ്ടിരുന്നു. MR സാർ ഇപ്പൊ കാണുമ്പോ MR സാറിന്റെ ദേഷ്യം വരുന്നുണ്ടാവും. ഏതോ തലേദിവസം കറക്റ്റ് ടൈം കിട്ടുന്ന പോലെ ഇവിടെ ബസ്സിലാണ് ടേപ്പ് കൊടുത്തുവിടുക, അതായത് ട്രാൻസ്പോർട്ട് ബസ്സിൽ കൊടുത്തുവിടുകയാണ് ചെയ്യാൻ. ഇതുപോലെ അയക്കണ പരിപാടികളില്ലല്ലോ. അതോടെ പോയി പുള്ളി കണ്ടു, കലിപ്പായി, പ്രശ്നമായി. പക്ഷെ എന്നാലും ടെലികാസ്റ്റ് ചെയ്യാൻ നിവൃത്തില്ല, താനും ടെലികാസ്റ്റ് ചെയ്യുന്നു. ടെലികാസ്റ്റ് ചെയ്തപ്പോ ആൾക്കാർക്ക് ഒരു പുതിയ ജനറേഷൻ ആൾക്കാരെ കിട്ടിയ പോലെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു സ്റ്റണ്ടിങ് വരുന്നു, മ്യൂസിക്കിന് ഒരു വ്യത്യാസം വരുന്നു, ആങ്കറിങ് സ്റ്റൈല് വ്യത്യാസം ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയേ ഇല്ല. ഞാൻ ഈ ആങ്കേഴ്സിന്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നിങ്ങൾ അത് ചെയ്യുക, ക്യാമറ നിങ്ങളെ ഫോളോ ചെയ്യും. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കട്ട് പറയോ എന്തെങ്കിലും ചെയ്യാം, അവിടെ വെച്ച് തുടങ്ങുന്നു എന്നുള്ള പരിപാടികളായിരുന്നു. അന്ന് അത് ഭയങ്കര പുതുമയായിരുന്നു. ആങ്കേഴ്സിനെ അഴിച്ചു വിടുന്നു, അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നു, ഇഷ്ടമുള്ളതെല്ലാം പറയുന്നു. ഇത് കാരണം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് അല്ല പല കാര്യങ്ങളും. കാരണം ചിലപ്പോൾ ഈ സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും നമ്മൾ ആക്ഷനും കെട്ടും പറയും, ഇത് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള പോലെയാണല്ലോ ഒരു പെരുമാറുന്നത്. അപ്പൊ അങ്ങനെ ആ ഷോയിലൂടെ കുറെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് അഡ്വഞ്ചർ ഷോസ് ചെയ്തിട്ട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്, ഓഫ് റോഡിങ്ങിൽ ചെയ്തിട്ടുണ്ട്, കുറെ അധികം. അതായത് എത്രയോ എപ്പിസോഡ്സ് അന്ന് ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്താ കാര്യമെങ്കിൽ ഒരുപാട് സൂപ്പർ ബൈക്സുകൾ ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നത് ആ ഷോയിലൂടെയാണ്. ഇന്നത്തെ പോലെ സൂപ്പർ ബൈക്സ് കേരളത്തിൽ ഇല്ല, സൂപ്പർ ബൈക്സിന്റെ ഒരു ഷോറൂമും ഇല്ല. ആദ്യമായിട്ട് ഏത് വണ്ടി വന്നാലും നമ്മൾ ആ ഷോയിൽ ഫീച്ചർ ചെയ്യുന്നു, കാറുകൾ ഫീച്ചർ ചെയ്യുന്നു. ചോപ്പർ ബൈക്കുകൾ, അതെ അതെ അതെ, ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ തപ്പിപ്പിടിച്ച് നമ്മൾ അവിടെ പോയി ഈ കണ്ടന്റ് ഷൂട്ട് ചെയ്തിരുന്നു. ഒരു വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ കൂടുതലും കാറുകളും ഒക്കെയാണ് ആ ഷോയിൽ ഷൂട്ട് ചെയ്തിരുന്നത്. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ഡ്രൈവിംഗ് അറിയേയില്ല. അപ്പൊ വരുന്നവരടുത്ത് എനിക്കിത് അറിയില്ലെന്ന് പറയാനും പറ്റില്ല. നമുക്ക് ഇതിന്റെ കുറെ ടേംസും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ എഞ്ചിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സ്പെക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ഈ ഓഫ് റോഡ് പോണ സമയത്ത് ഈ അത് ഡയറക്ഷൻ ഒക്കെ പറയാൻ വലിയ കാര്യമായിട്ട് അറിയാം. ഓടിക്കാൻ അറിയില്ല.
എല്ലാരും വരുമ്പോ ഞാൻ ഇതിന്റെ എക്സ്പെർട്ട് ആണെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെ തള്ളി നിൽക്കും. എക്സ്പെർട്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് പറയും, ചേട്ടാ അത് ട്രൈ ഒന്ന് ഓടിച്ചു നോക്കൂ, ഞാൻ ട്യൂൺ ചെയ്തതാണ്, ഞാൻ അവിടെ ട്യൂൺ ചെയ്തതാണ്, എഞ്ചിൻ ഇങ്ങനെ സ്പെക്ക് ഉണ്ട്, ഓക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും ഓക്കെ, ഞാൻ വേറൊരാളുടെ വണ്ടി ഞാൻ അധികം ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റാം. അന്നാണെങ്കിൽ എല്ലാ വണ്ടി ഓടിക്കായിരുന്നു, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത വണ്ടി മാത്രമേ ഞാൻ ഓടിക്കാറുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, കാരണം വണ്ടികളുടെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട്. അങ്ങനെ ഈ ബുള്ളറ്റ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിരുന്നു ബുള്ളറ്റ് വാങ്ങി, പക്ഷെ അത് ഓടിക്കാൻ കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ബുള്ളറ്റിന്റെ കുറെ ശാസ്ത്രീയ വശങ്ങളുണ്ടല്ലോ ഓടിക്കുന്നതിന്, 60-ൽ മീതെ പോകാൻ പാടില്ല, ഓണാക്കാൻ കാലൊക്കെ എത്ര തവണ കേടായിട്ടും തന്നെ അറിയില്ല. അപ്പൊ അതിനുശേഷം ഈ ബുള്ളറ്റ് ക്ലബ്ബ്, ബുള്ളറ്റ് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് എന്നൊക്കെ ഞാൻ അറിയുകയും ആ ആളുകളുടെ ഇടയിലേക്ക് വരും ഒക്കെ ചെയ്യും. അപ്പൊ ഞങ്ങളൊരു 5-6 പേര് ഒക്കെ ഉള്ള ഒരു ടീമാണ്. തമ്മനമൊക്കെ കേന്ദ്രീകരിച്ച് റോബൻ ഗിൽബർട്ടിന്റെ വീട്ടിലാണ് ഞങ്ങൾ സ്ഥിരം കൂടുന്നത്. സാബു, അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ കൂടിയിട്ട് ഞങ്ങളൊരു ക്ലബ്ബ് ഫോം ചെയ്യാൻ തീരുമാനിക്കുകയും, ബുള്ളറ്റ് ബുദ്ധാസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ട്, അത് ആ ക്ലബ്ബ് ഇന്നും ആക്റ്റീവ് ആണ്. അങ്ങനെ ഒരു ക്ലബിന്റെ ഫൗണ്ടിങ് പ്രസിഡന്റ്, സെക്രട്ടറി കാറ്റഗറിയിൽ ഖജാൻജി എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ സെക്രട്ടറി, സ്ഥാപക സെക്രട്ടറിയാണ് ഞാൻ. അപ്പൊ ഈ കൊച്ചിക്കാരനല്ലാത്ത ഒരു ക്ലബ് മെമ്പർ ഞാൻ മാത്രമാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ കണക്ഷനാണ് എനിക്ക് ഇന്നും ഉള്ളത്. അതായത് ഈ ആ യാത്രകൾ എല്ലാരും പല പല ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പല പല രീതിയിലുള്ള ആൾക്കാരാണ്. ശരിക്കും അതാണ് യാത്രകളുടെ തുടക്കം അവിടെയായിരുന്നു, വലിയ യാത്രകളുടെ. അത് അതിനു മുമ്പ് കുഞ്ഞു കുഞ്ഞു യാത്രകളും അല്ലാതെ സൈക്കിൾ ചവിട്ടി പോകുന്ന കുറെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്കെയിലല്ല പറയുന്നത്, പക്ഷെ കുറച്ചും കൂടെയും ലോങ് റൈഡുകളൊക്കെ പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. പക്ഷെ അന്നത്തെ വണ്ടികൾ എന്ന് പറയുന്നത് പഴയ കാസ്റ്റേൺ എഞ്ചിനാണ്, വ്യത്യാസമുണ്ട്. ഓപ്പോസിറ്റ് ഗിയർ സിസ്റ്റം ഒക്കെ ഉള്ള വ്യത്യാസമുണ്ട്. മൊത്തത്തില് മാറി. മാത്രമല്ല ഇന്നത്തെ പോലുള്ള ടെക്നോളജി ഒന്നുമില്ല നമുക്ക് അത്രയും. ഈ വണ്ടി 350cc എന്ന് പറഞ്ഞാലും അങ്ങനെ കയറ്റം കയറി പോകുന്ന വണ്ടി ഒന്നും അല്ല അതൊന്നും. പക്ഷെ എന്റെ ആദ്യത്തെ ട്രിപ്പ് വയനാട്ടിലേക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ എക്സ്പേർട്ട് ആയി. അപ്പോഴേയും ബൈക്ക് എടുത്ത് ഏകദേശം ഒരു കുറച്ച് 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം തൃശ്ശൂർ പോകുന്നു വരുന്നു ആ കാറ്റഗറിയിൽ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ ബൈക്കൊക്കെ ഓടിച്ച് സെറ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ഇവരുടെ കൂടെ ട്രിപ്പിന് പോകുന്നു. ട്രിപ്പിന് പോയി ഈ ഹെയർ പിൻ ബെൻഡുകളും പരിപാടികളൊക്കെ എത്തിയപ്പോ ഇവർക്ക് മനസ്സിലായി ഓക്കെ വഴി ഞാൻ പോവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർ പക്ഷെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നു, സെന്ററിലൊക്കെ വെച്ച് അങ്ങനെ അങ്ങനെയൊക്കെ. തിരിച്ച് ഇറങ്ങി വരുമ്പോഴാണ് ഇവർക്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല വണ്ടി ഓടിക്കുമ്പോൾ. എഞ്ചിനില് ഗിയർ ഷിഫ്റ്റിങ്ങിലും ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് വണ്ടിയുടെ ഫുഡ് ട്രസ്റ്റ് ഒക്കെ കുറഞ്ഞ് തീ വരുന്നത് നമ്മൾ തന്നെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളുടെ നെഞ്ചിൽ ആന്തലാണ്. ഞാൻ ബ്രേക്ക് കയറി പിടിച്ച് പ്രശ്നമായി. പിസ്റ്റണൊന്നും കയറി പിടിച്ചില്ല അങ്ങനെ. പക്ഷെ പിന്നെ എനിക്ക് ഭയങ്കര ത്രില്ലായി. ഇത് ഓടിച്ച് തന്നെ പരിപാടി പഠിച്ചേ മതിയാവും, അല്ലെങ്കിൽ നാണക്കേടാണ്, നമുക്കിതൊന്നും അറിയില്ല എന്നുള്ളത്. അതിനുശേഷം പിന്നെ ട്രിപ്പുകളായിരുന്നു. കാരണം ഫുൾ ടൈം ബൈക്കിൽ തന്നെ. അത് നമ്മളുടെ എന്തോ ഒരു സോൾ പാർട്ട്ണറെ പോലെയാണ് ബൈക്കിനെ കാണുന്നത്. അതായത് എവിടെയും കൊണ്ടുവയ്ക്കില്ല, വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചാലും നമ്മളവിടെ പോയിരിക്കും, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരും, തിരിച്ചു വെക്കും, അങ്ങനെ. അതിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാനൊരു പ്രാവശ്യം മൂന്നാർ പോണ സമയത്ത് ഞങ്ങളുടെ ക്ലബിന്റെ അതിനകത്ത് വെച്ച് മൂന്നാർ മുമ്പ് രാത്രി 12 മണി സമയം. അപ്പോ ഞാൻ കണ്ടില്ല, മൊത്തം ഇഷ്ടമുണ്ട്. ഒരു വണ്ടി ആക്സിഡന്റായി, എന്റെ വണ്ടി ആക്സിഡന്റായി. പുറകിലെ വന്ന വണ്ടി ഈ പറഞ്ഞ 2 പേരെ ഇടിക്കുകയും ചെയ്തു. അപ്പോ ആക്സിഡന്റ് ഭാഗത്ത് ഈ ഗിയർ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ വണ്ടി ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മളുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നു. രാത്രിയാണെങ്കിലും അടിമാലിയിൽ വെച്ചിട്ടാണ് ആക്സിഡന്റ് ആവുന്നത്. അടിമാലിയിൽ നിന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരുന്നു. പുള്ളി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ പറഞ്ഞ ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് വെക്കുന്നു. ഇന്നിപ്പോ അത് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, പക്ഷെ എന്താണ് അവസ്ഥ എന്ന്. ഞാൻ പറഞ്ഞു വണ്ടി എനിക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല, പോലീസുകാരുടെ അടുത്ത് പറയാണ്. അപ്പൊ അവര് ശരിക്കും വണ്ടി ആക്സിഡന്റ് ആയ വണ്ടി അവിടെ വെക്കണമല്ലോ. അപ്പൊ അവർക്ക് എന്തോ കനിവ് തോന്നിയിട്ട് ഒരു കാര്യം ചെയ്യും, ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോളൂ, ഞങ്ങൾ എന്തായാലും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, തിരിച്ചു വരുമ്പോ വണ്ടി ഇവിടെ വെച്ചിട്ട് പോകണം, ഓക്കെ. എന്നിട്ട് അന്ന് ആ വണ്ടിയും കൊണ്ട് മൂന്നാർ ട്രിപ്പ് പോയി. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീണ്ടും അടിമാലി സ്റ്റേഷനിൽ കൊണ്ട് ഞാൻ വണ്ടി വയ്ക്കുന്നു. ഞാൻ അവിടെ നിന്ന് പോകുന്നില്ല. ഞാൻ ഈ വണ്ടി കാണാൻ പറ്റുന്ന ഒരു ലോഡ്ജ് റൂം എടുത്തിട്ട് റൂമിൽ താമസിച്ച് 2 ദിവസം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചിട്ടാണ് ഞാൻ ആ വണ്ടി കൊണ്ടുവരുന്നത്. അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ആ വണ്ടീനെ. ആ വണ്ടി ഇപ്പോഴും കയ്യിലുണ്ട്. പക്ഷെ അത് ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക്
ഒരു വണ്ടി ടെസ്റ്റ് ഒക്കെ പാസ്സായി നന്നായിട്ട് ഇരിപ്പുണ്ട്. ഒരു പുതിയ വണ്ടി കൂടെ വാങ്ങി, കാരണം ഒരു ഹിമാലയൻ തന്നെ സ്ക്രാം 440 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൈക്ക് വാങ്ങി. ഞാൻ റീസെന്റ് ആയിട്ട് ട്രിപ്പ് പോയിരുന്നു, ഇവിടെ ഊട്ടി വരെ പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവരോട് വലിയ കാര്യത്തിൽ ഞാൻ പറയുന്നു ക്ലബ്. അപ്പൊ ഞാൻ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഇപ്പൊ ട്രിപ്പ് പോകുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്റെ പഴയ വണ്ടി അത് ഫുൾ കണ്ടീഷനാണ്. അപ്പൊ സ്ക്രൂട്ടണി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട്. അപ്പൊ 2 ദിവസം മുമ്പൊക്കെ വണ്ടി പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്, ക്ലബിനുണ്ട്. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ക്ലബ് മെമ്പേഴ്സിന്റെ എല്ലാം പഴയ കാശേന എഞ്ചിനാണ് എന്നുള്ളതാണല്ലോ. പക്ഷെ ഇവരുടെ അടുത്ത് ആരുടെ ഈ സാധനം ഇല്ല. ഉണ്ട്, പക്ഷെ ഇവർക്ക് അത് ബാക്കപ്പ് വീട്ടിൽ പൊടി തൊട്ടി വെച്ചിരിക്കുന്ന ഒരു വണ്ടി. എല്ലാവരുടെ അടുത്തും പുതിയ ജനറേഷൻ വണ്ടികളാണ്. അപ്പൊ ഇവർക്കറിയാം എനിക്ക് ചിലപ്പോ ഈഗോ അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടി എടുക്കണ്ട, നമ്മുടെ അടുത്ത് വേറൊരു വണ്ടി ഉണ്ട്, നിങ്ങൾ തൽക്കാലം അത് ഓടിക്കുക. അപ്പോഴെന്റെ പഴയ പ്രശ്നമുണ്ട്, വേറെ ആളുടെ വണ്ടി മാറി ഓടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ അവൻ തന്നെ എന്റെ അടുത്ത് പറയുന്നു, അയാളുടെ കാലിന് വയ്യ, കൃഷ്ണ എന്നാണ് അവന്റെ പേര്. അപ്പൊ കൃഷ്ണയുടെ കാലിന് വയ്യ, അപ്പൊ നിങ്ങൾ ആ വണ്ടി ഓടിക്കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു റൂട്ടിലാക്കി. ശരി, ഞാൻ കൺവിൻസ് ചെയ്തു. അപ്പൊ ഞാൻ ആ വണ്ടി ഓടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഓടിച്ചതിന് ശേഷം എനിക്ക് കാര്യം മനസ്സിലായി, ഇവന്മാര് പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ മറ്റേ വണ്ടിയും കൊണ്ടുപോയി കഴിഞ്ഞ് ഇവരെ 7 അയലക്കത്ത് എത്താൻ പറ്റില്ല. അതുമാതിരിയാണ് ട്രിപ്പും രീതികൾ മൊത്തം മാറിയല്ലോ. അപ്പൊ അങ്ങനെ പോയിട്ടാണ് ഞാനിപ്പോ ഈ പുതിയ വണ്ടി വാങ്ങിയത്. ഇതിനകത്ത് ട്രിപ്പുകൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഇനി പോകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ജിബിൻ ചേട്ടന്റെ ഈ യാത്രകളെ പറ്റി അധികം ആൾക്കാർക്ക് അറിയണ്ടാവില്ല. ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ടും ജിബിൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാർ ആലോചിക്കുന്നത് ഫോട്ടോഗ്രാഫിയൊക്കെ മുകളിൽ വരയ്ക്കുന്നതായിരിക്കും, പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ജിബിൻ ആയിരിക്കും ആദ്യം ആലോചിക്കുന്നത്. ഇതിനോട് ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ജിബിൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. ജിബിൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് അതെനിക്ക് തോന്നുന്നു 2002-ലോ 2003-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടാക്കിയ ഒരു ജിമെയിൽ ഐ ഡി എന്നാണ് അത് വരുന്നത്. കാരണം ജിമെയിലിൽ പേര് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും വെക്കണം. അപ്പൊ അന്ന് ആർട്ടിസ്റ്റ് ആവുക, ഞാനെന്തോ ആർട്ടിസ്റ്റ് ആണെന്നാണ് എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വെച്ചൊരു പേരാ. അല്ല, എനിക്ക് ഓർമ്മ, ഞാൻ അവിടെ പഠിക്കുമ്പോ ചേട്ടൻ അനിയുണ്ടായിരുന്നു ജിതിൻ. ഞങ്ങളൊക്കെ സീനിയറാണ്. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്, അവൻ ആ പുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കാൻ പോയിട്ട് കാര്യമില്ല, പുള്ളി ഫസ്റ്റ് അടിക്കും, എന്റെ തേട നോക്കിയാൽ മതി. അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു, അവനൊക്കെ ഇത് നമ്മൾ ഞങ്ങളെ കേൾക്കുന്നതാണ്. പിന്നെ ചാനൽ വന്ന് വരുമ്പോഴും ചേട്ടന്റെ പേര് പറയുമ്പോൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അല്ല, അന്ന് ഇതുപോലെ അല്ലല്ലോ. അന്ന് ഇതുപോലത്തെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ ഒരു ഫോട്ടോ പത്രത്തിൽ വരുന്നത്, ഒരു ദീപിക പത്രത്തില്. അന്നത്തെ ആ ഫോട്ടോ എടുക്കുന്ന ക്യാമറ, ആ മോഡൽ TLR ക്യാമറ ആയിരുന്നു. ആ ക്യാമറ ഞാൻ ഇപ്പൊ എന്റെ അടുത്തുണ്ട്. അതെനിക്ക് അന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ആ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് കാണുന്നതും. അതെ, യാഷിക്കയുടെ ഒരു TLR ക്യാമറ ഇവിടെ ഉണ്ട്. അതിന്റെ അത് ഓർമ്മയ്ക്കായിട്ട് ഞാൻ മേടിച്ച സർവീസ് ചെയ്തിട്ട് വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പൊ ആ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ഫോട്ടോ ആണ് ദീപിക പത്രത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് അത് വലിയ സംഭവമാണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ച്, ഒരു നാടിനെ സംബന്ധിച്ചൊക്കെ എല്ലാവരും പത്രം വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഈ പത്രത്തിൽ ഫോട്ടോ വരിക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ മത്സരിച്ച് എനിക്ക് സമ്മാനം കിട്ടി. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ മത്സരിക്കുന്നു, സമ്മാനം മേടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏത് സ്ഥലങ്ങളിൽ കോമ്പറ്റീഷനിൽ അമ്മ കൊണ്ടുപോകും, നമ്മൾ അറ്റൻഡ് ചെയ്യും, സമ്മാനം കിട്ടും. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സായുജി ബി കൃഷ്ണ, സംഗീത കൃഷ്ണ എന്ന് പറഞ്ഞ 2 മെയിൻ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ബാലകൃഷ്ണ മാഷ് ഫൈൻ ആർട്സ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ, അവരെ കുറിച്ചൊരു ഫീച്ചർ ഒരു സൺഡേ സപ്ലിമെന്റിൽ ഞാൻ കാണാണ്. അവര് വലിയ ആർട്ടിസ്റ്റുകളാണ്, അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് വലിയ സംഭവമാണല്ലേ. അതായത് സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് ഫസ്റ്റ് വരിക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പൊ നമ്മളുടെയും കൂടെ പേരൊക്കെ വരും എന്നൊക്കെ ഉള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാ. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. പിന്നെ ഹൈസ്കൂളിൽ വരുമ്പോഴാണല്ലോ സ്റ്റേറ്റ് കലോത്സവങ്ങളിലേക്ക് പോകുന്നത്. 8-ല് മത്സരിക്കുന്നു, സബ് ജില്ലയിൽ സമ്മാനം കിട്ടുന്നു, ജില്ലയിൽ പോകുന്നു. ജില്ലയിലും കൂടെ ഫസ്റ്റ് വിത്ത് A ഗ്രേഡ് ഉണ്ടെങ്കിലാണ് സ്റ്റേറ്റിൽ മത്സരിക്കുക. 9-ാം ക്ലാസ്സിലും അത് നടക്കുന്നില്ല. ഫൈനൽ ചാൻസ് എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്കൊരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നിനക്കത് എൻ്റെ ഒരു മാഷുണ്ട്, അദ്ദേഹം പറഞ്ഞു, നിനക്കിത് സമ്മാനം കിട്ടുവാണെങ്കിൽ ഞാൻ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും മിഠായി മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊരു പാലക്കാട് വെച്ചിട്ടായിരുന്നു അന്നത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം. സബ്ജക്റ്റ് കിട്ടിയത് സംഭാഷണം എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. സംഭാഷണമാണ് സബ്ജക്റ്റ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഞാനത് 14 കുട്ടികളേ ഉള്ളൂ മത്സരിക്കാനായിട്ട്. ഞാൻ തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും ബോർഡൊക്കെ ഉണ്ട്, എന്റെ അടുത്ത് മാത്രം അതൊന്നുമില്ല. ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ ഈ ചാർട്ട് പേപ്പർ ബെഞ്ചിന് വയ്ക്കുന്നു, വരയ്ക്കുന്നു എന്നുള്ള പരിപാടിയാണ്.
എൻ്റെ അച്ഛനത് കണ്ടിട്ട് പുള്ളി ഓടിപ്പോയി ഇതൊക്കെ മേടിച്ച് അവരുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് എനിക്ക് തന്നു. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ഞാൻ അത് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ 4 ലൈൻ ഔട്ട്ലൈൻ ഇടുന്ന പരിപാടി ഉണ്ട്. ഈ ഔട്ട്ലൈൻ ഇടുന്നതിന്റെ താഴത്തെ ലൈൻ വരയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കായിരുന്നു അതിന് സ്റ്റേറ്റിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് വന്നത്. ആ ദിവസം സ്കൂളും കോളേജൊക്കെ ഉച്ചയ്ക്ക് വിട്ടു. സെന്റ് ലൂഷ്യസ് കോളേജും സ്കൂളും ഒക്കെ ആ സന്തോഷത്തിന്, ആ റിസൾട്ട് അറിഞ്ഞ സന്തോഷത്തിന് ക്ലാസ് ഉച്ചയ്ക്ക് വിട്ടു. അപ്പൊ അറിയാലോ അത്രയും വലിയൊരു ക്യാമ്പസിൽ അങ്ങനെ ഒരു, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നു, വരയ്ക്കുന്ന ആള്. അന്ന് സത്യത്തിൽ ഈ പഠിച്ച ആളുകൾക്ക് വലിയ വില ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ പോലെ അല്ല. അന്ന് ഫൈൻ ആർട്സ് ചെയ്യാന്ന് പറയുന്നത് എന്തൊക്കെയോ പ്രശ്നമുള്ള ആൾക്കാർ ഫൈൻ ആർട്സ് ചെയ്യാന്നുള്ള രീതിയിൽ നാട്ടു നടപ്പ് അങ്ങനെയായിരുന്നു. ഫൈൻ ആർട്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫൈൻ ആർട്സ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരുന്നില്ല ആ സമയത്ത്. അതിനുശേഷമാണ് പിന്നീട് കാലിക്കറ്റ് അപ്രൂവ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആവുകയും ആർട്ടിസ്റ്റുകൾക്ക് ഒരു വാല്യൂ വരികയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ്. ഇപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് നല്ല വാല്യൂ ഉണ്ട്, അന്ന് അത്ര വാല്യൂ ഇല്ല. അങ്ങനെ എത്ര സമയമായിരുന്നല്ലോ. പിന്നീടാണ് ഞാൻ കേരള കോളേജിൽ ഡിഗ്രി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2 വർഷവും ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. അന്ന് പെൻസിൽ ഡ്രോയിങ്ങും പെയിന്റിങ്ങും വാട്ടർ കളർ അങ്ങനെയുള്ള സംഗതികളെല്ലാം ഉണ്ടായിരുന്നു. ഒരു കോമഡി എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയർ വரைക്കും പഠിക്കുന്ന സമയത്ത് ഒരു പോയിന്റിനാണ് ഞാൻ സ്റ്റേറ്റ് കലാപ്രതിഭ എന്ന് മാറിപ്പോകുന്നത്. 1-2 പോയിന്റിനാണ് എന്റെ ഓർമ്മ. ലാസ്റ്റ് മിനിറ്റ് വരെയും ചിത്രപ്രതിഭ അല്ല, കലാപ്രതിഭയ്ക്ക് ആ സമയത്ത് സ്റ്റേജ് ഇവന്റ് വേണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത്. സെക്കൻഡ് ഇയറിലായപ്പോ അത് മാറി. VHSC ആണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അപ്പൊ ആ സമയത്ത് എനിക്ക് സ്റ്റേജിൽ ഒരു ഇവന്റും ഇല്ല. പക്ഷെ എനിക്ക് പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, വാട്ടർ കളർ ഉണ്ട്, ഓയിൽ പെയിന്റിംഗ് ഉണ്ട്, പോസ്റ്റർ മേക്കിംഗ് ഉണ്ട്, നമ്പർ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പോയിന്റ്സും കൂടുതലുണ്ട്. അപ്പൊ ആ പോയിന്റ്സിൽ പിന്നെ സ്റ്റേജ് ഇവന്റ് എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് ദിവസങ്ങളിൽ വരുന്ന ഇവന്റ് ആണ്. അപ്പൊ ആ ദിവസങ്ങളിൽ വന്നപ്പോ ഒരാള്, അപ്പൊ അന്ന് പത്രത്തിലൊക്കെ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ കാര്യം വെച്ചാൽ എന്താണെന്നറിയോ, ആ സ്റ്റേറ്റ് കലാപ്രതിഭ ആയിരുന്ന ആ സമയത്ത് ഒരു സീറ്റ് മെഡിസിനോ എഞ്ചിനീയറിംഗോ കിട്ടും. അങ്ങനെ ഈസി വാക്കുകളായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ പ്രത്യേക കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കേരള കോളേജിൽ എന്തോ ഒരു സയൻസ് എക്സിബിഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പോയപ്പോഴാണ് ഈ കോളേജിന്റെ ഒരു വലിപ്പം എന്താന്നൊക്കെ. അന്ന് വരെ ഞാൻ സെന്റ് ലൂഷ്യസ് കോളേജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പുള്ളത് പിന്നെ സ്കൂളുകളിലാണല്ലോ കോമ്പറ്റീഷൻസ് മുഴുവൻ നടക്കുന്നത്. അപ്പൊ ഭയങ്കര ആഗ്രഹമായി. അവിടെ ജോയിൻ ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടണ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും കുഴപ്പമില്ല, ജോയിൻ ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ BSc സുവോളജി, സയൻസ് പഠിച്ച ഏതെങ്കിലും ലാബ് ടെക്നീഷ്യനോ അങ്ങനെയൊക്കെ ആവാം എന്നായിരുന്നു പ്ലാൻ ആ സമയങ്ങളിൽ. ആർട്ട് എന്ന് പറയുന്ന പരിപാടിയെ മനസ്സിലില്ല, കാരണം അത് വെച്ച് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു അന്നത്തെ ചിന്താഗതി. എന്നിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നു. അവിടെ പിന്നെ അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം ഇന്നും ഞാൻ വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഞാൻ പഠിച്ചത് കേരള കോളേജിൽ നിന്ന്. അവിടെ ഒരു FM10 ക്യാമറ, യൂണിയൻ ഭാഗമായിട്ടൊരു ക്യാമറ ഉണ്ടായിരുന്നു. അവിടുത്തെ SFI ആൾക്കാരുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. ഓരോ വർഷങ്ങളും ഓരോ പുതിയ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ പണിയെടുക്കാൻ വേണ്ടി ഒരുത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളത് പലപ്പോഴും ഷൂട്ട് ചെയ്തിരുന്നു. ഇപ്പോഴതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഗതികൾ എന്താ വെച്ചാൽ, ഈ 36 ഫിലിമാണല്ലോ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നത്. കറക്റ്റ് ലോഡ് ചെയ്ത 38 വരെയും ക്ലിക്ക് ചെയ്യാൻ പറ്റും. അന്ന് അതിനുള്ള പൈസയൊന്നും കയ്യിലില്ല. അപ്പൊ നമ്മൾ ഈ ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികളുടെ അടുത്ത് നിന്നാണ് ഈ പൈസ ഒപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഇവന്റ് വരുന്ന സമയത്ത് അവരുടെ അടുത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുള്ള കാശ് ഉണ്ടാവുന്നത്. അവർക്ക് അവരുടെ പടങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട് ക്യാമറ വേണം, ഫോട്ടോ വേണം. അപ്പൊ മൊബൈൽ ഫോണിൽ പരിപാടി ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് മേടിക്കുന്നു 30 പടം അവർക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്നു. കൃത്യമായിട്ടുള്ള 30 പടം എടുത്തു കൊടുക്കുന്നു. ബാക്കി 8 നമുക്ക് വേണ്ടി നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും പാടത്തും പറമ്പിൽ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ആർട്ട് പരിപാടികൾ. അത് കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്യലും കാര്യങ്ങളെല്ലാം തൃശ്ശൂർ കളർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് കളർ ലാബിലായിരുന്നു. അപ്പൊ അവര് ഫിലിം നോക്കിയിട്ടൊക്കെ അഭിപ്രായം പറയും. അതായത് പ്രിന്റ് ചെയ്യണൊക്കെ മുമ്പ് ഫിലിം അവിടുത്തെ ഒരു ലൈറ്റ് ബോക്സിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പുള്ളി വരുന്നവരും പോണവരൊക്കെ അഭിപ്രായം പറയും. ഇതിന്റെ എക്സ്പോർട്ട് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറയും. അപ്പൊ പേടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അന്ന് എന്താ വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മൾ എഴുതി വെക്കുമായിരുന്നു.
അതായത് ഈ എക്സ്പോഷറിൽ ഈ സമയത്ത് ഇന്ന ഷട്ടർ സ്പീഡിൽ ഈ ഫിലിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള കാശ് കിട്ടുമ്പോഴാണല്ലോ പ്രിന്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പോഴാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പുസ്തകത്തിൽ നമ്മൾ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും ചിലപ്പോൾ ഇതേ ഇമേജ് തന്നെ കിട്ടാൻ പറ്റുമോ നോക്കിയിട്ട് പടം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ അന്ന് പഠിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു സമയത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ. ഇന്നത്തെ പോലത്തെ ഒരു ടെക്നോളജി ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ കേരളമോ കോളേജില്ല. അപ്പൊ ഈ യാത്രകൾ എന്ന് പറയുന്ന ഒരു സംഗതികളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുന്നത് കോളേജിനകത്തുനിന്ന് മറ്റ് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. കാരണം നീ വരയ്ക്കുന്നതിനകത്ത് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നീ കാണുന്ന കാഴ്ചകളുടെ വലിപ്പം വരയിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ലൊക്കേഷനുകൾ കാണുന്നത്, ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് പാടമുണ്ട്, പറമ്പുണ്ട്, പശുവുണ്ട്, അങ്ങനെയുള്ള സംഗതികളുടെ ഒരു വലിപ്പമാണ് ഇതിനകത്ത് വരുന്നത്. അതല്ലാതെയും ലോകമുണ്ട്, അല്ലാതെയും കളറുകളുണ്ട്, വേറെയും ആൾക്കാരുണ്ട് എന്ന് പറയുന്ന സംഗതികളൊക്കെ നമ്മൾ അവിടെയാണ് വരുന്നത്. അത് തൃശ്ശൂർ വിട്ട് പുറത്തു പോകുന്ന പരിപാടിയേ ഇല്ല. അപ്പൊ അങ്ങനെ യാത്രകളൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര, ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അന്ന് ഡി സോൺ കോമ്പറ്റീഷൻ കഴിഞ്ഞു, എനിക്ക് സമ്മാനമുണ്ട്. അപ്പൊ അന്ന് ഒരു ഇതിലാവുന്നു ഇന്റർസോൺ കോമ്പറ്റീഷൻ വരുന്നത് മലപ്പുറത്തൊരു ക്യാമ്പസിനകത്താണ്, കോളേജിനകത്താണ് ഇന്റർസോൺ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ ഇന്റർസോൺ കോമ്പറ്റീഷൻ ഞാൻ പോകുന്ന ഇതേ ഹരിപ്പിന്നായിരുന്നു. ധീരജ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തും ഞാനും കൂടിയാണ്. അപ്പൊ ധീരജ് ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ആളും, ഞാൻ പെൻസിൽ ഡ്രോയിങ്, പെയിന്റിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഹരി കവിത, കഥ, ആ പരിപാടികളാണ്. അപ്പൊ അത് നേരത്തെയാണ് തുടങ്ങുക. അപ്പൊ ഞങ്ങൾ ഈ ക്യാമ്പസിലേക്ക് പോകുന്ന വഴിക്ക് ഏതോ ബസ്സൊക്കെ ഇറങ്ങി നടന്ന് വെയിലൊക്കെ കൊണ്ട് നടന്നു പോകുന്ന സമയത്തൊരു അന്നത്തെ വിലപിടിപ്പുള്ള ഒരു കാറ് സൈഡിൽ കൂടെ പോകുന്നു. എന്റെയും ഹരിയുടെയും പേര് ഉറക്ക ഒരു പെൺകുട്ടി വിളിച്ചു പറയുന്നു. ഞങ്ങൾക്ക് വലിയ ഞെട്ടലാവുന്നു. ഇതെന്താണ് സംഭവം? ടാറ്റ കാണിച്ചാൽ ഞങ്ങൾ ടാറ്റ കൊടുക്കുന്നു, എന്തോ കളിപ്പിക്കലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. അന്നത്തെ അങ്ങനെയുള്ള കാറൊക്കെ കാണുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. ഞങ്ങൾ ഈ ക്യാമ്പസിൽ പോയിട്ട് കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി അവിടെ വരുന്നു, ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. അപ്പൊ എന്താ സംഗതി വെച്ചാൽ പത്രത്തിൽ, മാതൃഭൂമി പത്രത്തിലൊറ്റോ ആണ് ഡി സോണിന്റെ കോമ്പറ്റീഷനിൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് വരുന്ന കൂട്ടത്തിൽ എന്റെ ഫോട്ടോ ഉണ്ട്, ഹരിയുടെ ഫോട്ടോ ഉണ്ട്, അതിന്റെ ഇടയിൽ ഈ കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. ആ കുട്ടി അന്നേ കാലത്തെ കുറച്ച് ബുദ്ധിയുള്ളതായതുകൊണ്ട് ഇതെല്ലാം എല്ലാവരുടെ പേരും വായിക്കും, അതിന് ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി ഓർത്തു വെക്കുന്നു നമ്മുടെ കാര്യങ്ങൾ. പുള്ളിക്കാരി പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയാം, സംഗീത ജനചന്ദ്രനാണ് ഇന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള PR കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാളായിരുന്നു അന്ന് എന്റെയും സീനിയറാണ്. പുള്ളിക്കാരി പഠിക്കുന്നത് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയാണ്. അപ്പോ ഞങ്ങളെ കണ്ടു, അവിടെ പോകുന്നു, ഞങ്ങളുടെ അടുത്ത് കഥകളൊക്കെ പറയുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ അവിടെ തന്നെയാണ് താമസിക്കേണ്ടത്, ഈ കോളേജിൽ തന്നെ. അപ്പൊ ഇവര് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അവര് നമ്മുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓക്കെ. അപ്പൊ ഞാനും ധീരജും കുറച്ചും കൂടെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. ഹരിയാണ് കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാള്. അപ്പൊ കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് തന്നെയാണ് എന്റെ വീട്, നിങ്ങൾ രാത്രി ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് വരും, നമുക്ക് അവിടെ തങ്ങാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പർ, അന്നത്തെ ലാൻഡ് ലൈൻ നമ്പറൊക്കെ തരുന്നു, പോകുന്നു. ഇവിടെ ദാരിദ്ര്യമാണ്. അപ്പൊ ഞങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ, കാരണം അവരത്രയും ഓക്കെ, അവരെ നല്ല കാര്യം കൊണ്ട് പറഞ്ഞാണല്ലോ എന്ന് പറയുന്നു. രാത്രി ആകുമ്പോ ഈ കോളേജിനകത്ത് വെളിച്ചമില്ല, വെള്ളമില്ല, ബാത്റൂം എവിടെയാന്നൊരു പിടുത്തമില്ല. ഞങ്ങളെ ആണെങ്കിൽ ഒരാൾക്കൊരു വിലയില്ല. കാരണം ആരും എത്തി തുടങ്ങിയിട്ടില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ചൂടെടുത്തിട്ടാണ് നിൽക്കാൻ വയ്യ. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോ തോർത്ത് മേടിക്കണം, പിറ്റേ ദിവസത്തേക്കുള്ള പേസ്റ്റ് വാങ്ങണം, സോപ്പ് വാങ്ങണം, അങ്ങനെയുള്ള ലിസ്റ്റൊക്കെ കിട്ടും. അപ്പൊ എന്റെ ഇത്ര രൂപയുണ്ട്, കുറച്ച് രൂപ, ധീരജിന്റെ അടുത്ത് ഇത്രയുണ്ട്. നോക്കിയപ്പോ നഷ്ടമാണ്. ഇതൊക്കെ മേടിച്ചാൽ തിരിച്ച് പോണമെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് കനിയണം. ഇവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് വെച്ചിട്ട് രാത്രി 8 മണി 8:30 സമയത്ത് കടയ്ക്ക് അടക്കാറാവുന്ന സമയത്ത് ഒരു ടെലിഫോൺ ബൂത്തിൽ പോയിട്ട് സംഗീത എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു തുടങ്ങുന്നു. ഒരു കാര്യം ചെയ്യൂ, നാളെ നേരത്തെ വരും, വരുമ്പോ 2 തോർത്ത് കൊണ്ടുവരും, കഴിക്കാനുള്ള ഫുഡ് പാർസലാക്കി കൊണ്ടുവന്നോളൂ ഇതൊക്കെ പറഞ്ഞപ്പോ ഈ കുട്ടിക്കാകെ സങ്കടമായി. നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരെ വണ്ടി കയറി വരും. ഈ സംഗീതക്കാണെങ്കിൽ ഈ കാറിൽ യാത്ര ചെയ്ത് മാത്രമുള്ള പരിചയമുള്ളൂ, ബസ്സിലൊന്നും പോയി പരിചയമില്ല. ഒരു വീട് അടുത്താണെന്ന് പറയുമ്പോഴും അടുത്തൊന്നും അല്ല. ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് ബസ്സിൽ കയറുന്നു, എവിടെയോ കൊണ്ടുപോകുന്നു, ബസ് ഹോൾട്ട് ചെയ്ത് നിർത്തുന്നു, ബസ്സിന്റെ ഓട്ടം കഴിഞ്ഞു എന്ന് പറയുന്ന അവിടെ നിർത്തുന്ന അവിടെ ഇറക്കി വിടുന്നു. അവിടെ നിന്ന് ആൾക്കാര് പിന്നെ അടുത്ത് പോകേണ്ടത് ഏതോ ഒരു ജീപ്പില് അള്ളി പിടിച്ചാണ് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പെട്ടുപോയി. കാരണം ഇവരുടെ മൊത്തം മട്ടും പാവൊക്കെ കാണുമ്പോൾ ഒരു വലിയ വീടും സെറ്റപ്പ് ഒക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, സിറ്റിയിലൊക്കെയാണ് വീട് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അല്ല, വേറെ ഏതോ ഒരു ഗ്രാമത്തിലാണ്. അത് കഴിഞ്ഞെത്തിയപ്പോ അച്ഛന്റെ പേര് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം. അപ്പൊ ആലോചിക്കണം, ഞാനും ധീരജും ഭയങ്കര SFI പ്രവർത്തകരാണ് അന്ന്. അപ്പോ
അച്ഛൻ ജനചന്ദ്രൻ മാഷ് എന്ന് പറയുന്നത് BJP-യുടെ എന്തോ ജില്ലാ പ്രസിഡന്റോ മറ്റോ ആണ്. എല്ലാവർക്കും അറിയാം. ഓക്കെ കേറിക്കോളൂ എന്ന് പറഞ്ഞൊരു ഓട്ടോയിൽ എന്തോ കയറ്റുന്നു, വീട്ടിലേക്ക് വീടിന്റെ ഗേറ്റിൽ 8 താമര. ഞാനും ധീരജും ആണ് അവിടെ ഇറങ്ങുന്നത്. ഇറങ്ങി ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വിശപ്പിന്റെ ആധിക്യമുണ്ട്. ആ വീട്ടിൽ എന്താണെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ഞാനും ധീരജും ഹരിയൊക്കെ കൂടെ നേരെ അടുക്കളയിൽ കയറുന്നു. നേരെ അവരുടെ അടുത്തൊന്നും ഒന്നും ചോദിക്കാതെ അവര് കാത്തിരിപ്പുണ്ട്. സാധനങ്ങളൊക്കെ വരുന്നു, ഡൈനിങ് ടേബിളിൽ വെക്കുന്നു. ഞങ്ങൾ പതുക്കെ കഴിച്ചു തുടങ്ങുന്നു. കുറച്ച് വിശപ്പ് മാറുമല്ലോ, അപ്പോഴാണ് നമ്മളൊന്ന് ചിഹ്നം അപ്പ് ചെയ്തിട്ട് എല്ലാവരും നോക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ നോക്കുമ്പോ എന്താ കാര്യം വെച്ചാൽ സംഗീതയുടെ അമ്മ, സംഗീതയുടെ അനിയത്തി, സംഗീത കൂടെ കോളേജിൽ പഠിക്കുന്ന വേറെ 2 പെൺകുട്ടികൾ, അച്ഛൻ വേറെ എവിടെയാണ്, ഞങ്ങൾ 3 ആൺപിള്ളേരും, ഇവരിത്രയും പേരാണ് അവിടെ ഉള്ളത്. ഇവർക്ക് ഇതൊക്കെ ഭയങ്കര പുതുമയായിരുന്നു. ഇങ്ങനെയുള്ള ദാരിദ്ര്യം പിടിച്ച കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവര് ഭയങ്കര സ്നേഹത്തോടുകൂടി നമ്മളോട് സംസാരിക്കുന്നു. ഞങ്ങള് കുറെ കഥ, പാട്ട്, ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കൂടുന്നു. ഇപ്പൊ ഞാനും ധീരജൊക്കെ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കാര്യങ്ങളുള്ളതുകൊണ്ട് ബെഡ്ഷീറ്റിന്റെ കളറൊക്കെ ഇച്ചിരി കാവി കളറാണ്. ഇത് പറ്റില്ല, അത് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി കുളിക്കാൻ അറിയില്ല, ഏത് പൈപ്പ് ഓണാക്കിയാലേ വരാന്നറിയില്ല. അങ്ങനെ അപ്പൊ ഇയാൾ വന്ന് എല്ലാം സഹായിക്കുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്കുള്ള ഫുഡും ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വന്ന്, അന്ന് അവർക്ക് കോമ്പറ്റീഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങളെ ബസ്സിന്റെ അവിടെ വരെ വണ്ടിയിൽ കൊണ്ടാക്കുന്നു, ഞങ്ങളെ കയറ്റി അവിടെ കൊണ്ടുപോകുന്നു. ഒരു യാത്ര ഒരു സുഖമുണ്ട്. അത് ഞാൻ പറഞ്ഞ ചെറുതാണെങ്കിലും അതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള, അതായത് നമ്മൾ അള്ളിപ്പിടിച്ചു പോകുന്നതും നടന്നു പോകുന്നതും ഒക്കെ ഉള്ള ഒരു സുഖമുണ്ട്. ആ കോമ്പറ്റീഷൻ പ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. അത് മേടിക്കാൻ പറ്റുന്ന റീസൺ എന്താ വെച്ചാൽ SFIക്കാരെ ആരെ കണ്ടാലും തല്ലിക്കോളാനാണ് അന്നത്തെ കോളേജിലുള്ള MSF-ഉം KSUക്കാരുടെയും ധാരണ. നമുക്കറിയില്ലായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ഞാൻ കോളേജിൽ വരുമ്പോ വലിയ ഇടിക്കാരായിട്ടുള്ള ആൾക്കാർ കോളേജിലുണ്ട്, ഒക്കെ വലിയ കേരളം ഒരു ഭയങ്കര താടിയും ഭയങ്കര കാണുമ്പോ തന്നെ ബഹുമാനം തോന്നുന്ന ആൾക്കാർ. ഇന്നത്തെ പോലെ അല്ല, അന്ന് ഭയങ്കര സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇവര് ഭയങ്കര ഇടിക്കാരാണെന്നുള്ള ബിൽഡപ്പ് ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവര് നമ്മളെ സഹായിക്കാനൊക്കെ ആയിട്ട് പിന്നീട് അവിടെ വന്ന്, കാരണം വലിയ ആൾക്കാരാണല്ലോ, മൂത്തപ്പകളാണല്ലോ, എല്ലാവരും ചെയർമാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവര് വലിയ ഇടിക്കാരാണ് എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഇടി കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അന്നത്തെ ഒരു പ്രായം അതാണല്ലോ. ഞാൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോയി, എന്റെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്റെ റിസൾട്ട് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ തങ്ങുകയാണ്. അടുത്ത പരിപാടികളുണ്ട്, എനിക്ക് മൈമുണ്ട്, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ ഈ കോളേജിൽ ഇവർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് തല്ലണമല്ലോ, തല്ലാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. കാരണം കേരളക്കാരെ SFIക്കാരാണ് ഇടിക്കേണ്ടത്. അവർക്ക് ഒരു കാരണം അവർക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പൊ താരതമ്യേന ഹൈറ്റ് ഒക്കെ കുറഞ്ഞ, വലിയ മീശയും താടിയൊന്നും ഇല്ലാത്ത ഒരുത്തന്നെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇവരെന്തോ കാര്യമായി ഡിസ്കഷൻ ചെയ്യുന്നത്. എന്റെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ ജൂനിയർ ആണല്ലോ. അപ്പൊ ഒരുത്തൻ വന്നിട്ട് എജ്ജ് എന്താടാന്നൊക്കെ പറഞ്ഞിട്ട് വൻ തോട്ടിയിടലാണ്. അപ്പുറത്ത് അവൻ അടുത്ത് വന്നിട്ട് തന്നെ. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് ഇവരെ നോക്കുന്നു, ഇവരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ എന്റെ ഉള്ളിൽ, നിനക്കറിയില്ലല്ലോ ഇവരെ, ഇവരെ ഇടി എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇവരെ ഇടി ഭീകരന്മാരാണ്, നിന്നൊക്കെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആലോചിച്ച് എനിക്ക് ചിരി വന്നു. ഈ ചിരി വന്നത് ഇവന് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ എന്റെ ചെറുക്കിട്ട് തട്ടി, ഞാനും അവന്റെ ചെറുക്കിട്ട് തട്ടി. ഞാൻ ഭയങ്കര അഭിമാനത്തോടുകൂടി നിൽക്കുന്നു. ഇവൻ ഈ തട്ടും കൊണ്ട് ഇവൻ പോകുന്നു. ഇവരെല്ലാരും കൂടെ ദയനീയമായിട്ട് നീ എന്ത് പരിപാടിയൊക്കെയാണ്, ഞങ്ങളിത് എങ്ങനെയെങ്കിലും ഒന്ന്, കാരണം പെൺകുട്ടികളടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അടിയുണ്ടാക്കി ഇവർക്ക് കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ, അടിയുണ്ടാക്കി ഇവരെ നോക്കണമല്ലോ, കാരണം ഇവരെ എത്ര ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. എന്നിട്ട് എന്നെ തല്ലാൻ തോന്നാത്തോണ്ട് മാത്രം അവരന്ന് കൂട്ടത്തിലുള്ളവരെന്ന് തല്ലി കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അവർ പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും രൂപം മാറിയിട്ട് രക്ഷപ്പെട്ടോ, അതൊരു രക്ഷയില്ല. അത് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ പേര് ഇവർക്ക് അറിയാം, ആരാന്നൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, പേരറിയാം. അപ്പൊ എന്നെ ഇടിക്കണം, ആ ഇടിയുടെ കൂട്ടത്തിൽ ഇവരെല്ലാരും സപ്പോർട്ട് ചെയ്യുമല്ലോ, അപ്പൊ അവരെയും ഇടിക്കാം എന്നുള്ള ധാരണയിലാണ് ഇവർ നിൽക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞു മീശയൊക്കെ പഠിച്ച് രൂപമൊക്കെ മാറി, സെന്റ് തോമസ് കോളേജിലുള്ള ഡാൻസ് ടീം ഉണ്ട്, മെയിൽ ഡാൻസേഴ്സ് ആണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് അധികം ആൾക്കാർ അടുക്കാറില്ല. അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു. എന്നിട്ട് എന്റെ പേര് അന്വേഷിച്ച് വരും.
ഒരു 2 ദിവസം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം എല്ലാം കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് ഒരു 4 കെട്ട് പോലെയുള്ള ഒരു ബിൽഡിങ്ങിനകത്താണ്. ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഈ എൻട്രൻസിന്റെ അവിടെ ഇവരുടെ ആൾക്കാർ നിൽപ്പുണ്ട്. ആര് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ID കാർഡ് കാണിച്ചിട്ടാണ്. ജിബിൻ മാത്രമല്ല ആരാണെങ്കിലും ഇവന്മാർക്ക് ദേഷ്യമാണ് നമ്മുടെ ആൾക്കാരൊക്കെ. അപ്പൊ എന്നെ മൊത്തത്തിൽ തപ്പുന്നുണ്ട്, പേരന്വേഷിച്ച് തപ്പുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ചിത്രരചന, ഒന്നാം സാധനം ജിബിൻ ടി സോമചന്ദ്രൻ, മീഡിയ റൂമുമായി ബന്ധപ്പെടുക. മീഡിയ റൂമുമായി പത്രത്തിൽ ഫോട്ടോ വരാനും കാര്യങ്ങൾക്കൊക്കെയാണല്ലോ. എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോകുമ്പോഴേക്കും അവിടെയുള്ള ആൾക്കാർ, അവിടെ മീഡിയ റൂമിന് ചുറ്റും ആൾക്കാർ ഉണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കോമ്പറ്റീഷന്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലും മേടിച്ചില്ല, ഒരു ട്രോഫിയും മേടിച്ചില്ല. സ്റ്റേജ് ഇവന്റ് ഒക്കെ നടക്കുന്നുണ്ട്, സ്റ്റേജിൽ നിന്ന് ബാക്കിയുള്ളവർ സമ്മാനം മേടിക്കുന്നുണ്ട്. ഞാൻ ഈ റൂമിനകത്ത് ഒളിച്ചിരിക്കുക. അവസാനം ഇറങ്ങാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ കുറച്ച് ഡാൻസേഴ്സ്, നമ്മുടെ പെൺകുട്ടികളായിട്ടുള്ള ടീമിന്റെ ഡാൻസേഴ്സും ടീമുകളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞു ഒരുമിച്ച് ഇറങ്ങാം, എന്തായാലും അടി കിട്ടും, തിരിച്ചടിക്കുക. അപ്പൊ ടാബ്ലോക്ക് വേണ്ടി വന്ന ആൾക്കാരൊക്കെ ടാബ്ലോയുടെ സെറ്റൊക്കെ പൊളിച്ച് വടിയൊക്കെ എടുത്ത് സെറ്റാക്കി അവിടെ പുറത്തിപ്പുണ്ട്. അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഞാൻ പറയും, എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം. എന്റെ ഒരു അവസ്ഥ ഒന്ന് ചിരിച്ചതിന്റെ പ്രശ്നമാണ്. ഞാൻ എന്നിട്ട് ഈ ID കാർഡൊക്കെ മാറ്റി ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 10-12 പെൺകുട്ടികളുടെ ഇടയിൽ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി കണ്ടുപിടിക്കുമ്പോഴേക്കും ഞാൻ ഓടി ബസ്സിൽ കയറി ഇവരുടെ ഇടയിൽ കയറിയിരുന്നു. അതായത് ഒന്നാമത് മുസ്ലിം ഏരിയ ആണ്, അങ്ങനെയുള്ളതൊക്കെ ഈ പെൺകുട്ടികളുടെ ഇടയിൽ ഞാൻ കയറിയിരുന്നു. വണ്ടി അപ്പൊ അവർക്ക് മനസ്സിലായി തല്ലാൻ പറ്റില്ല. അവർ പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നുണ്ട്, പ്രശ്നം നിങ്ങളെ കാണിക്കാടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ രക്ഷപ്പെടും എന്നുള്ളൊരു അവസ്ഥയപ്പോ ഞാൻ തലയൊക്കെ പുറത്തേക്ക് നിന്നെ കണ്ടോളാടാ എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയാ. പിന്നെ യാത്രകൾ, നമുക്ക് തിരിച്ച് യാത്രകളിലോട്ട് വരുമ്പോഴേ നമ്മൾ ഫോട്ടോഗ്രാഫി പറഞ്ഞു ഇതൊക്കെ ഉണ്ട്. ഈ ഏഷ്യാനെറ്റിലെ ഒരു കാലയളവിൽ കുറെ വിദേശ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. വിദേശ യാത്രകൾ ആദ്യമായിട്ട് പോകുന്നത് ദുബായിലേക്കാണ്. ദുബായിൽ എനിക്ക് 5-6 തവണയൊക്കെ, പിന്നെ ഏഷ്യന്റെ ഫിലിം അവാർഡ്സ് ഒക്കെ പിന്നീട് ദുബായിൽ വെച്ചിട്ട്, ഷാറുഖ് ഖാനൊക്കെ വന്ന ഇവന്റ് 2 തവണയും ദുബായിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് മിക്കവാറും എല്ലാ ഷോസിനും പുറത്തേക്ക് പോകുന്ന, ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന ഷോസിനൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ട്. അതിന്റെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ടീമായിട്ടാണല്ലോ ഏഷ്യനെറ്റിന് ട്രാവൽ ചെയ്യുക. ആ ടീം ചിലപ്പോൾ ഒരു 20-25 പേരൊക്കെ ഉള്ള ഒരു ടീമായിരിക്കും. ഇപ്പൊ ഡയറക്ഷൻ ടീമിൽ ഒരു 1-2 പേരുണ്ടാവും, ടെക്നിക്കൽ ടീം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ബാക്കി എല്ലാവരും ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും, ഞാൻ മാത്രം കൊച്ചി എയർപോർട്ടിൽ നിന്നും, ഞാൻ മാത്രം ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഞാൻ സുഖമായിട്ട് ഇവിടെ നിന്ന് പോകുന്നു, അവിടെ എത്തുന്നു, ജോയിൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഒരു സാധനവും കൊണ്ടുപോകാനും പറ്റില്ല, അവിടെ നിന്നും മേടിച്ചുകൊണ്ട് വരാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ലഗേജിനകത്ത് ഓൾറെഡി ക്യാമറയുടെ എക്യുപ്മെന്റ്സോ സംഗതികളൊക്കെ ആയിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ അവർ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഡ്രസ്സിനോടിച്ചുള്ള ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഇതവിടെ പോവുക, ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞ് അഴിച്ച് കാണിക്കുക, ഇതൊന്നും അറിയാതെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് സംഭവിക്കാറുള്ളത്. ഇപ്പൊ ദുബായിലൊക്കെ പോയിട്ടുള്ള ഇവന്റ്സിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊരു വലിയ ഗ്രൂപ്പ് ചെയ്യുന്ന, ഒരു 10-300 ആൾക്കാർ ചെയ്യുന്ന പരിപാടി അതേ സ്കെയിലാണ് അവിടെ ഒരു 20-25 പേര് വെച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം പണിയെടുത്താലും മതിയാവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. തിരിച്ചു വരുമ്പോഴേക്കൊന്നും നമുക്ക് ജീവൻ ഉണ്ടാവാത്ത, എനിക്കാണ് മൈഗ്രെയിൻ ഉള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ ഷൂട്ട് കഴിഞ്ഞ ആ സമയത്തൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം മിക്കവാറും കിടപ്പിലായിരിക്കും. പക്ഷെ ഉള്ള സമയം നമുക്കിത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ. അന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ദുബായ് കുറച്ചും കൂടിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്ന, നമുക്ക് ഇഷ്ടം പോലെ മലയാളികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് UK-ലാണ്. UK-ൽ മാഞ്ചസ്റ്ററിലായിരുന്നു 2 ഇവന്റുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നു, UK-ൽ എത്തുന്നു, നമ്മൾ അവിടെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നു. ട്രാവൽ ചെയ്യാനുള്ള ഓരോ അവസരം മിസ്സാക്കുന്നില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് എന്തെങ്കിലും സോഴ്സ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു. അത് കൂടുതൽ സമ്മർ സമയങ്ങളിലാണ് ഇത് UK-ലൊക്കെ ഇവന്റ് നടക്കാറുള്ളത്. ബാക്കി സമയങ്ങളിൽ മഞ്ഞായതുകൊണ്ട് രാവിലെ നേരത്തെ 4-5 മണിയാകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കുകയും രാത്രി 11 മണി വരെയും ലൈറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞ പ്രതിഭാസമൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ വിഷ്വലി നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ, ഇപ്പൊ നമ്മള് എന്തൊക്കെ യൂട്യൂബ് ചാനൽ കണ്ടാലും എന്തൊക്കെ സംഗതികൾ കണ്ടാലും നമ്മൾ ട്രാവൽ ചെയ്ത് ആ സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തൊരു ഫോട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ മാഞ്ചസ്റ്ററിൽ ഏതോ ഒരു കൺട്രി സൈഡിൽ പോയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ ടെറൈൻ ഇങ്ങനെ കിടക്കാണ്.
ലൈറ്റിനൊന്നും ഭയങ്കര ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ലൈറ്റും നമ്മള് ഗ്രീനിന്റെ തന്നെ ആയിരക്കണക്കിന് ഷെയ്ഡാണ് നമ്മളൊരു ഒറ്റ വിഷനിൽ നമ്മൾ കാണുന്നത്. കുറെ മെഡോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പൊ നമുക്ക് തോന്നും സൈഡിൽ ഉണ്ടായി നിൽക്കുന്ന പുല്ലുകൾക്ക് വരെ എന്തോ ഒരു പ്ലാൻ ചെയ്ത് വെച്ച പോലെയൊക്കെ തോന്നും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ. അപ്പൊ ട്രാവൽ ചെയ്യണതിന്റെ ഒരു വലിയ ഗുണം മനസ്സിലായിട്ടുള്ളത് അവിടെ നിന്നായിരുന്നു. കാരണം പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കി പോവാനുള്ള സംഗതികളില്ലാത്തത് കൊണ്ട് ഇന്ന് ബാക്കിലിപ്പോ എന്റെ വർക്ക് സ്പേസിൽ വരുമ്പോ കാണുമ്പോ പഴയ കുറച്ച് വിന്റേജ് ക്യാമറകളൊക്കെ കാണാം. അത് ഞാൻ UK നിന്ന് എടുത്തിട്ടുള്ള ക്യാമറ. അപ്പൊ അവിടെ പക്ഷെ നമുക്ക് വേറൊരു രസകരമായിട്ട് കാര്യം തോന്നിയത്, നമ്മള് ഈ ആന്റിക് എന്ന് പറയുന്നിട്ട് ഇവിടെ ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്ന സാധനങ്ങളാണ്. അവർ ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. അവര് ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേൾക്കുന്നുണ്ട്, ഡിസ്കുകൾ വെച്ചിട്ട് പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അവര് വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മളിപ്പോ നമ്മുടെ അടുത്ത് ടൈപ്പ് റെക്കോർഡിൽ പാട്ട് കേൾക്കുന്നത് എന്തോ വലിയ സംഗതിയായി മാറിക്കഴിഞ്ഞു. എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ അത് ചെയ്യുന്നത്. അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ നമ്മളിപ്പോ റോഡ് സൈഡിൽ ഡിസ്കുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, കാസറ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് കളക്ട് ചെയ്യാൻ ഞാനത് വേറെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കോമൺ ആണ്, എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇപ്പോഴും ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് പുറത്ത്. ഇന്നിപ്പോ നമ്മളടുത്ത് വളരെ കുറച്ച് പേരിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവിടെ സ്ഥിരമായിട്ട് ഫിലിമിൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അവർക്കൊരു പുതുമയല്ല ഇപ്പോഴും. നമ്മളവിടെ ഇതുപോലെ തന്നെ ട്രെൻഡ്. ഇതിപ്പം ഈ കാസറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കാസറ്റിന്റെ ഷോപ്പില്ല. അപ്പൊ മേടിക്കാൻ ആ പരിപാടികൾ നിർത്തും. ഫിലിമോ ഫിലിം ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരു ഷോപ്പുകളോ ഇല്ല. ഫിലിമിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ അന്ന് 150 രൂപ 200 രൂപയായിരുന്നു ഒരു ഫിലിമിന്റെ പൈസ എന്നാണ് എന്റെ ഓർമ്മ. ഇന്നിപ്പോ അത് 1000-1200 രൂപ കൊടുക്കണം 36 ഫിലിമിന്റെ റോളിന്. ഇത് മറ്റേ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളായി. അപ്പൊ അത് പക്ഷെ അവിടെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സുഖം നമുക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ നിന്നായിരുന്നു. അപ്പൊ അത് UK പോയി അവിടെ 2-3 തവണ അവിടെ ട്രാവൽ ചെയ്തു. സിംഗപ്പൂർ പോയി. സിംഗപ്പൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂർ കുറച്ചധികം ട്രിപ്പുകൾ അങ്ങനെ പോയിട്ടുണ്ട് ഏഷ്യന് വേണ്ടി തന്നെ. ഈ ചാനലിൽ നിന്നുള്ള പോക്കുകളിൽ കുറെ കഥകൾ കേട്ടിട്ടുള്ളത് ഈ മറ്റേ ചെക്ക് ഇത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എന്താ പറയാ, സെക്യൂരിറ്റി ചെക്കിന്റെ സമയത്ത് നമ്മളവിടെ പിടിച്ചു വെക്കും. ഈ പൗഡർ മറ്റേ ഇത് എടുത്തുകൊണ്ടത് ഭസ്മം എടുത്തുകൊണ്ടുപോയ കഥകളൊക്കെ. അങ്ങനെ ഒരു ഏറ്റവും രസകരമായിട്ടൊരു കോമഡി എന്താ അറിയോ, അതായത് ഇവിടെ നിന്ന് ഈ ഭസ്മം എടുത്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് ടിനിറ്റോമും ഒക്കെ ഉള്ള ഒരു സ്കിറ്റിന്റെ ടീം, എനിക്ക് തോന്നുന്നു സുരാജേട്ടൻ എല്ലാം ഉണ്ട്. സിംഗപ്പൂർ വെച്ച് എസ്പ്ലനേഡ് തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ ഷോ നടക്കുന്നത്. അപ്പൊ എസ്പ്ലനേഡ് തിയേറ്ററിൽ ഒരു ഷോക്ക് പെർമിഷൻ കിട്ടണമെങ്കിൽ തന്നെ അതിൽ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഒരു വലിയ സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അന്ന് ചിത്ര ചേച്ചിയുടെ പേര് എന്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമുക്ക് അവിടെ പെർമിഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ അതിന്റെ അവസാന ഘട്ടത്തിൽ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഒരു തോക്ക് വെച്ചിട്ട് ഒരാളെ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കണ്ടന്റ്. ഞാൻ നല്ലൊരു തോക്ക് നോക്കി സിംഗപ്പൂർ നടന്ന് മേടിച്ചു. ഒന്നുമില്ല, കത്തുമ്പോ മറ്റേ ലൈറ്റ് കത്തും എന്നുള്ള തോക്കാണ് അത്. അങ്ങനെയുള്ളൊരു തോക്കാണ്. ഇവന്റ് നടക്കുന്ന സമയത്ത് ഈ പെട്ടിയും കൊണ്ട് അവിടെ പോയപ്പോ അവർ തടഞ്ഞു വെച്ചു. തിയേറ്ററിലേക്കല്ല, ആ ബാക്ക് സ്റ്റേജിലേക്കും അല്ല, ആ ഇതിലേക്ക് കയറാൻ പറ്റില്ല. അതായത് എക്സ്പ്ലനേഡ് തിയേറ്ററിലേക്ക് കയറാൻ പറ്റില്ല, സ്റ്റേജിലേക്കല്ല അതിലേക്ക് കയറാൻ പറ്റില്ല. ഇവർ ഡിറ്റക്ട് ചെയ്ത് പിടിച്ചു. പിടിക്കുമ്പോ എന്താ പ്രശ്നം, അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറുടെ, അതായത് സെക്യൂരിറ്റി ഓഫീസറുടെ ഹെഡിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ഈ സാധനത്ത് കയറ്റാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ്. കയറ്റാൻ സമ്മതിച്ചില്ല. ഇത് റെക്കോർഡഡ് സ്ക്രിപ്റ്റ് ആണ്. ഒന്നും നടന്നില്ല. അവസാനം ഈ അത് ഒരു കത്തി വെച്ച് കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. എന്തോ ഒരു കത്തി പോലത്തെ ഒരു സാധനം പേപ്പർ വെച്ചൊക്കെ ഉണ്ടാക്കി അവിടേക്ക്. അങ്ങനെ ഒരു അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ആവശ്യമുണ്ടല്ലോ. അതങ്ങനെ. അപ്പൊ പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞ ഇവന്റുകൾ നടത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഗോഡൌണിലായിരിക്കും പോയി കണ്ടിട്ടുണ്ടാവുക. നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഊബർ വിളിച്ച് പോകേണ്ടത്, ഇന്നത്തെ പോലെ ഊബറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ നമുക്ക് ഇന്ന് ഊബർ ഉപയോഗിച്ച് കണക്ക് ശീലമുണ്ട്, അവിടെ അതില്ലല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടത്തെ ഒരു യാത്ര വേറെ സംഭവം പറയുമ്പോ ഏതോ 9 മണിക്ക് പറ്റോ ബസ് വരും പോകണം. നമ്മളിവിടെ സാധാരണ 9 മണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 9:15 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയ കാര്യം. 9:30 10 മണിക്ക് ആകുമ്പോൾ നമ്മൾ റെഡി ആവുന്നേ. ഇവർ 9 മണി എന്ന് പറഞ്ഞാൽ 8:55 അവിടെ വണ്ടി വരും. 9 മണിക്ക് ആളെ കണ്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ കാക്കും, അവര് പോവും. അതിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കണം. കൃത്യനിഷ്ഠയുടെ ABCD അറിയാത്ത നമ്മള് അവിടെ പോയിട്ട് കാണിക്കുന്ന കുറെ അബദ്ധങ്ങൾ അങ്ങനെ അതും മിസ്സായിട്ടുണ്ട്.
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ ചാനൽ പരിപാടി വിട്ടിട്ട് കംപ്ലീറ്റ് ടൈം ഫുൾ ടൈം ഫോട്ടോഗ്രാഫർ ആയത് എങ്ങനെയാ? ആ കഥ അതൊക്കെ ചുരുക്കി പറഞ്ഞാൽ മതി. അതായത് കഥയൊന്നും ഇല്ല അതിനകത്ത്. ഇപ്പൊ അതായത് ചാനലിൽ പറയാലോ, BSc സുവോളജി, അതും കഴിഞ്ഞിട്ട് വരുന്നത് ഏഷ്യനെറ്റിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ട്. പ്രോഗ്രാം പ്രൊഡ്യൂസർ ആവുന്നു, സീനിയർ പ്രൊഡ്യൂസർ ആവുന്നു, ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പോസ്റ്റിലാണ് ഞാൻ ഏഷ്യനിൽ റിസൈൻ ചെയ്യുന്നത് 2018. സീന്ന് നല്ലൊരു ഓഫർ വന്നു. അപ്പൊ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും പരിപാടികൾ, പദ്ധതികൾ പ്ലാൻ ചെയ്യാം എന്നൊക്കെ വെച്ചിട്ടാണ് സിയിലേക്ക് പോകുന്നത്. അവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. ആ പോകുന്ന കാലഘട്ടത്തിൽ അതിനകത്തൊരു എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചാന്ന് പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്നും പഠിച്ചതൊന്നുമല്ല. പക്ഷെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പൊ അദ്ദേഹം മീഡിയം ഫോർമാറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന വളരെ ക്ലാസിക്കലായിട്ടുള്ള പരിപാടികൾ, ആർട്ടാണ് കൂടുതലും പുള്ളി ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ പുള്ളിയുടെ കൂടെ അവിടെ ചുമരിന് പെയിന്റ് അടിക്കുക, കൂടെ യാത്ര ചെയ്യുക, ഫിലിം ലോഡ് ചെയ്യുക എന്നുള്ള പരിപാടികളൊക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ചെയ്തിരുന്നു. അദ്ദേഹം നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്തിന്, ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന്റെ തലേദിവസമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് വേണ്ടി കുറെ കോൺസെപ്റ്റുകൾ ഞാൻ ഡെവലപ്പ് ചെയ്യുകയും ഷൂട്ടുകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയൊക്കെ ഞാൻ ചെയ്തിരുന്നു. അന്ന് ഞാൻ വീണ്ടും ഞാൻ ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഫോട്ടോഗ്രാഫി മുമ്പ് ചെയ്തിരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നിർത്താൻ കാര്യം അന്ന് മാനുവൽ ഫോക്കസിങ് ആണ്. അപ്പൊ എന്റെ കണ്ണിനൊരു പ്രശ്നമുണ്ട്. എന്റെ കണ്ണൊരു ഒബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ ചിലപ്പോൾ അത് ഔട്ടായിട്ട് എനിക്ക് തന്നെ തോന്നും. കറക്റ്റ്. പിന്നെ വീണ്ടും ഈ ഫോട്ടോഗ്രാഫിയിൽ ഇത് നടപടിയാവില്ലല്ലോ. അതായത് നമ്മളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് പടം എടുക്കുമ്പോൾ മിക്കവാറും അത് ഔട്ടാവും. അപ്പൊ അത് നമുക്ക് പറ്റുന്നൊരു പണിയല്ലാന്നും, പിന്നെ ഇതിന്റെ ലൈറ്റുകൾക്കൊക്കെ എക്സ്പെൻസും നമുക്ക് താങ്ങാൻ പറ്റുന്നത് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി അന്ന് എന്തോ കഷ്ടപ്പെട്ട് ഏതോ സെക്കൻഡ് ഹാൻഡ് വളരെ ഫംഗസ് ഒക്കെ പിടിച്ചൊരു FM10 ക്യാമറയൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ അത് കംപ്ലീറ്റ്ലി വിടുന്നു, ഏഷ്യനെറ്റിലേക്ക് വരുന്നു. പിന്നെ അതിനുശേഷമാണ് രാധാകൃഷ്ണൻ സാറും മരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ വളരെ ചിട്ടയായിട്ടൊക്കെ ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുറെ പുള്ളിയുടെ വീട്ടിൽ പോകുന്ന കുറേ മാഗസീൻസ് റെഫർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചപ്പോൾ എനിക്കതൊരു പുള്ളി കുറെ ഇമാജിൻ ചെയ്തിട്ടുണ്ട്, ഫോട്ടോസ് എടുക്കണം, കുറെ തീം എൻ്റെ അടുത്ത് പറയുന്നു. ഇപ്പോഴും മെയിലുകൾ എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. പുള്ളി പ്ലാൻ ചെയ്ത് വെച്ച കുറെ മോഡൽസിനെ അന്വേഷിക്കുന്നു, പുറത്തുനിന്നുള്ള മോഡൽസിനെ റെഫർ ചെയ്യുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. ഇത് വർക്ക് ആവുന്നില്ലെങ്കിലും പുള്ളി എന്നും ഇതിനെ പറ്റി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. പുള്ളി എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളി ഭയങ്കര നടക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളി ഒരു ഗാന്ധിജിയുടെ ഒക്കെ പോലെയുള്ള ഒരാളാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, പച്ചക്കറി മാത്രം ഭക്ഷിക്കുന്ന, രാവിലെ കൃത്യമായിട്ട് നടന്നു പോകുന്ന, അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ വർക്കുകൾ മാത്രം നടക്കുന്നില്ല. അപ്പൊ ഞാൻ കുറെ പേർ റെഫർ ചെയ്യുന്നുണ്ട്, അങ്ങനെ നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി. അപ്പൊ എന്നിട്ട് എന്തോ ഒരു ക്രോപ്പ് സെൻസർ ക്യാമറ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പോകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പുള്ളി മരിച്ചതിന് ശേഷം എനിക്കതെന്തോ വീണ്ടും ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ള പറഞ്ഞ പോലെ ഒരു പരിപാടി. പക്ഷെ പുള്ളിയുടെ പാറ്റേൺ അല്ല എന്റെ പാറ്റേൺ, പുള്ളിയുടെ വേറെ തന്നെ പാറ്റേൺ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ക്യാമറ ഏഷ്യനെറ്റിൽ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് പൈസ വെച്ചിട്ട് ഞാനൊരു ക്യാമറ, ഒരു നിക്കോണിന്റെ D750 എന്ന് പറഞ്ഞ ക്യാമറ വാങ്ങുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു ലൈറ്റ് മേടിക്കുന്നു, എടുത്തു നോക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പൊ ഞാൻ സാറ്റർഡേ സൺഡേസിൽ മാത്രമായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് കൂടുതലും ഫാഷനും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ലാൻഡ്സ്കേപ്പ് ഒക്കെ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ട്രാവലൊക്കെ പോകുന്ന സമയങ്ങളിലുള്ള ഷൂട്ടാണ്. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്ത് അപ്പൊ ഇതൊക്കെ ഇടാൻ എന്തെങ്കിലും ഒരു സ്പേസ് വേണമല്ലോ. അപ്പൊ എന്റെ പേര് വെച്ച് ഇടാനും പറ്റില്ല. ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എനിക്കൊരു ജോലിയായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ പേയ്മെന്റ് മേടിച്ചിട്ടൊന്നല്ല ഷൂട്ട് ചെയ്തിരുന്നത്, അല്ലാതെ. അപ്പൊ അങ്ങനെ ഇട്ട പേരാണ് ഈ പ്ലാൻ ബി ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു പേര്. എന്റെ ഫോട്ടോയോ ഞാനോ ഒരു സ്ഥലത്തും വന്നിരുന്നുമില്ല. അപ്പൊ എന്റെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞ പരിപാടിയിലൊന്നും ഞാൻ വരാറില്ല. അങ്ങനെ ഇട്ട് വന്നിട്ട് അതങ്ങ് കുറച്ച് സീരിയസ് ആയി തുടങ്ങി. കാരണം കുറച്ച് നല്ലതാണെന്നൊക്കെ ഒരു ധാരണ ആളുകൾക്ക് വന്നു തുടങ്ങി. അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ ഇൻഡോർ ലൈറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് വളരെ കുറവ് ആൾക്കാർ മാത്രമേ ചെയ്തിരുന്നുള്ളൂ ആ സമയങ്ങളിൽ. അപ്പോൾ എല്ലാവരും ഔട്ട്ഡോറിൽ എസ്തറ്റിക് പടങ്ങളുടെ സമയമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താ പ്രശ്നം, എന്റെ ഉള്ളിലുള്ള ഒരു കോംപ്ലക്സ് ആണ് ഞാൻ ഇൻഡോറിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം പണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം, ഞാനിപ്പോ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആയപ്പോൾ നമ്മൾ തന്നെ ഓരോ സാധനങ്ങൾ മേടിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നൊരു സംഗതികളായിരുന്നു. പിന്നെ ഈ കോർപ്പറേറ്റിന്റെ അറ്റമെത്തി ഇത് നമ്മളുടെ പരിപാടിയല്ല എന്ന് മനസ്സിലാവാൻ 15 വർഷം എടുത്തു. അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അങ്ങ് തീരുമാനിക്കാണ് റിസൈൻ ചെയ്യാന്നൊക്കെ. ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടികളായിരുന്നു. അപ്പോഴും കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെയായി ബാധ്യതകളൊക്കെയുള്ള സമയത്താണ് റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. റിസൈൻ ചെയ്തിട്ട് വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ വർഷം പൈസ കിട്ടിയിരുന്നത്. പിന്നെ അതൊക്കെ ഞാൻ പോലും അറിയാതെ അതങ്ങ് കുറച്ച് സീരിയസ് ആയി. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മാറി നന്നായിട്ട് പോകുന്നുണ്ട്. ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ അത്യാവശ്യം നല്ലൊരു
ഇപ്പൊ ഞാനിപ്പോ അതായത് ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും അങ്ങനെ സ്ഥിരമായിട്ടെന്നുള്ളതില്ല. കാരണം ഏഷ്യനെന്നൊക്കെ റിസൈൻ ചെയ്യുമ്പോൾ ഞാനത് ഫിലിം ഡയറക്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നതൊക്കെ. അന്ന് സ്ക്രിപ്റ്റും ലോക്ക്ഡ് ആയിരുന്നു, ആർട്ടിസ്റ്റിന്റെ ഡേറ്റും ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 4-5 വർഷം പോകും. നമുക്ക് ഓൾറെഡി ശമ്പളം കിട്ടി ശീലിച്ച ആൾക്കാരാണല്ലോ, മാസം മാസം അത് മാറ്റി വയ്ക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ അത് വിട്ടു. സിനിമ എന്ന് പറഞ്ഞ പരിപാടികൾ മാറിയിട്ട് പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു. ഫോട്ടോഗ്രാഫിയാണ് ഇപ്പൊ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പെയിന്റ് ചെയ്യാനും കൂടെ ഒക്കെ വേണ്ടി വീണ്ടും ആർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി കുറച്ചുകൂടി പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ വെച്ച് പെയിന്റ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്പേസിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള അവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഈ ആന്റിക് ആയിട്ടുള്ള ക്യാമറ, പിന്നെ ഈ ചെറിയ ടോയ്സ്, ഈ കാർസിന്റെ ഒരു കളക്ഷൻ, പിന്നെ ഈ പറയുന്ന ഇത് രണ്ടും അല്ലാത്തൊരു സംഗതിയാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത്, ഈ പറയുന്ന യാത്രകൾ. അത് അവിടെ ഈ കാർ കളക്ഷൻസിന്റെ അതിന്റെ കഥ എന്താ? അതിനെന്തെങ്കിലും കാർ കളക്ഷൻ എന്തായിരുന്നു? കാർ എനിക്ക് സത്യം പറഞ്ഞ കാറിന്റെ പേര് ഇപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബ്രാൻഡിന്റെ ഇന്ന സ്കെയിൽ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് എന്റെ ഉള്ള ഏത് സ്കെയിൽ മോഡലാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആ പോർഷനൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് അന്ന് മെറ്റൽ കാർസ് ഇല്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന കാറുകൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ. അവിടെ ഒരുത്തന്റെ അടുത്ത് ഈ കാറുണ്ട്. ഇവൻ ഈ കാറും വെച്ചിട്ടുള്ള പെർഫോമൻസ് ആണ്. ഈ മതിലിന്റെ മീതെ കൂടെ ഓടിച്ച് കളിക്കുക, ഇത് സാൻഡ് പേപ്പർ വെച്ച് ഉറക്കുക, മറ്റേ നെയിൽ പോളിഷ് വെച്ചിട്ട് പെയിന്റ് അടിക്കുക എന്ന് പറയുന്ന പരിപാടി. അപ്പൊ ഇത് ഉറച്ച് കളയുമ്പോ എന്റെ ഉള്ളിലാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. കാരണം ഇത്രയും ഭംഗിയുള്ള കാറ് ഇവൻ നിലത്തിട്ട് ഉറച്ചിട്ട് നെയിൽ പോളിഷ് വെച്ച് പടം വരയ്ക്കുക. പക്ഷെ ഞാൻ അന്നത് അന്വേഷിച്ചു, എനിക്കത് കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സുകാരന് 3ാം ക്ലാസ്സുകാരന്റെ ഒക്കെ ആ സമയത്ത് കിട്ടാത്ത വേദനയാണ്, കൊതിയാണ്. ഇപ്പൊ മോള് പോലും കൊടുക്കാണ്ട് ഇവിടെ കൊണ്ടുവച്ചു കൊടുക്കും. മോള് ഉപയോഗിക്കില്ല ഒന്നും. ആ പുള്ളിക്കാരി, അവൾക്ക് എന്താ ഇപ്പൊ ഈ കിൻഡർ ജോയ്ക്ക് ഉണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും കാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ വെച്ചോളൂ, കൊണ്ടുവച്ചോളൂ. അവള് വളരെ ഭംഗിയായിട്ട് അതൊക്കെ സൂക്ഷിക്കും. ഈവ ഭയങ്കര രസമായിട്ടൊക്കെ സൂക്ഷിക്കും. ഇപ്പൊ ഞാനത് എന്താ വെച്ചാൽ ഈ യാത്രകളുടെ കാര്യം പറഞ്ഞല്ലോ, അഖില് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ദുബായിൽ പോയപ്പോ നമ്മൾക്ക് കിട്ടുന്ന, ഇപ്പൊ ഏഷ്യനിൽ പോകുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൈസ കിട്ടും. കാരണം എന്തെങ്കിലുമൊക്കെ മിഠായി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ദിർഹംസ് ആണെങ്കിൽ ദിർഹംസ് കിട്ടും, ഇതാണെങ്കിൽ ഡോളർ ആണെങ്കിൽ ഡോളർ കിട്ടും, അതല്ലെങ്കിൽ പൗണ്ട് ആണെങ്കിൽ പൗണ്ട് കിട്ടും. അങ്ങനെ ഒരു എമൗണ്ട് ആണ് നമുക്ക് തരിക. ഒരു കവറിലൊക്കെ ഇട്ട് ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുതരും. ഞാൻ ഇതിനകത്ത് ഒരു 90% ഉപയോഗിച്ചിരിക്കുന്നത് ഈ സാധനങ്ങൾ മേടിക്കാനാണ്. ഈ വിന്റേജ് ക്യാമറകൾ മേടിക്കുക, ഈ ടോയ് കാർസ് മേടിക്കുക. എന്റെ ഫ്രണ്ട്സിനെ, അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ തപ്പിയെടുത്ത് ഈ ഇങ്ങനത്തെ സ്ഥലം എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഇവരെടുത്ത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന്, ഇന്നത്തെ ആൾക്കാർക്ക് അത് കുഴപ്പമില്ല, എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പൊ ഇത് കുറെ ട്രാവൽ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴൊക്കെയാണ് അതിനകത്ത് കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ അത് ട്രെൻഡിങ് പരിപാടികളായി ആളുകൾക്ക് അങ്ങനത്തെ. പക്ഷെ എന്റെ അടുത്ത് അന്നുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. കുറെ അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ കളക്ട് ചെയ്ത് വെക്കാം. അതെ അതെ അതെ. ആ വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പോഴും പ്രശ്നമുള്ളത്, കുട്ടികൾ വരുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റും. അയ്യോ പേടിയാ. അത് എന്റെ പേടി വരുന്ന അമ്മമാർക്ക് മനസ്സിലാവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ല, എനിക്ക് ഇതിങ്ങനെ ജേക്കനെ കൊണ്ടുവന്നിട്ട് ജേക്കന്ന് ഒരു കാർ എന്തോ എടുത്തിട്ട് ഇങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് അവന്റെ പൊട്ടുവന്ന് ചെയ്തു, ഇത് വെക്കാൻ പറ്റുന്നില്ല. അത് എന്നെ അറിയാവുന്ന, എന്നെ അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്നുണ്ട്. ഇവർക്ക് ഇത് എവിടെ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് എന്നെ ഓർത്ത് കൊണ്ട് തരാറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് യാത്രയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പം ഫോട്ടോഗ്രാഫർ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരു മെയിൻ സ്ട്രീമിൽ വന്നതിന് ശേഷം ഫോട്ടോഗ്രാഫി യാത്രകളൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വർക്കല എന്തോ പോയെന്നാണല്ലോ. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? വർക്കല എന്താ വെച്ചാൽ, ഇപ്പൊ ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്ത് വന്ന് എന്താ സംബന്ധിച്ച് ഇപ്പൊ എന്റെ പേജ് നോക്കുമ്പോ അറിയാം, കൂടുതലും ഇൻഡോർ ലൈറ്റ് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. പക്ഷെ എനിക്ക് യാത്രകളും ഔട്ട്ഡോറും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പടങ്ങൾ എടുക്കാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ എവിടെ നിന്നൊക്കെയോ അടിപിടിച്ച് പോയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആയിപ്പോ. എനിക്ക് സത്യത്തിൽ നല്ല മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് വെയിലത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പൊ പരമാവധി അതങ്ങനെ വെച്ചിട്ടാണ് പോവാറുള്ളത്. പക്ഷെ ഇതിന്റെ വേറൊരു കാര്യം ഞാൻ പറയാം കേട്ടോ പിന്നീട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ വർക്കല, ഞാൻ ദീപ്തി സതിയും റിസ്വാൻ എന്റെ നല്ല ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങള് ചുമ്മാ പോവാം, കുറച്ച് എന്തെങ്കിലും പടങ്ങൾ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ വർക്കല ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം. ഇത്രയും ഭംഗിയുള്ള സ്ഥലം അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വർക്കല ഞാൻ പോയിട്ടുണ്ട്.
നമ്മളവിടെ പോകുന്നു, ആ സ്ട്രീറ്റിലൂടെ നടക്കുന്നു, തിരിച്ചിറങ്ങി പോകുന്നു, അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോ ഭയങ്കരമായിട്ട് മറ്റേ ഈ എന്താ ക്ലിഫും ഒക്കെ കാണുന്ന സമയത്ത് എക്സൈറ്റഡ്, ഇതൊക്കെ പോലത്തെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളുടെ നാട്ടില് നമ്മുടെ അടുത്തുള്ള ഈ വർക്കലയും ഈ കണ്ണൂരൊക്കെ ഇത്ര പോലത്തെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ വർക്കല സൊര എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്, അവിടുന്ന് താഴേക്ക് ക്ലിഫിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇവിടുന്ന് എത്തുന്നത് വൈകുന്നേരം 6:30ക്കാണ് സൺസെറ്റ് ചെയ്തു കഴിഞ്ഞു, ലൈറ്റ് ഒന്നും ഇല്ല. പക്ഷെ ഇന്നത്തെ പുതിയ ടെക്നോളജി ഫോട്ടോ എടുക്കാനാ പോയിട്ടുള്ള. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, കാരണം എന്റെ കൂടെ അസിസ്റ്റൻസ് ആരും ഇല്ല, എനിക്ക് ആണെങ്കിൽ അങ്ങനെ പണിയെടുത്ത് ശീലമില്ലാത്ത അവസ്ഥയായി മാറി. ലൈറ്റ് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ പുതിയ ടെക്നോളജിയുള്ള ക്യാമറകളാണല്ലോ കൂടുതലും, കൂടുതൽ ഹൈ റൈസ്. ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ ഉള്ളത് നിക്കോൺ D850 എന്ന് പറഞ്ഞ ക്യാമറയും ഫ്യൂജി ഫിലിമിന്റെ GFX 100S ആണ്, മീഡിയം ഫോർമാറ്റും ഒരു ഫുൾ ഫ്രെയിം ക്യാമറ. പക്ഷെ ഇത് രണ്ടും ഞാൻ കൊണ്ടുപോയില്ല, കാരണം എനിക്കറിയാം അത് വെതർ പ്രൂഫ് ആണെങ്കിലും കുറച്ച് വെയിറ്റും ഒക്കെ ഉള്ള ക്യാമറയാണല്ലോ, നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ട് ഡയോണ്ട് ഒരു C7 II Mark II ക്യാമറ കൊണ്ടാണ് പോയത്. അപ്പൊ എനിക്കത് സത്യം പറഞ്ഞാൽ അതിന്റെ ടച്ചൊക്കെ പോയി, മറ്റത് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഫുൾ ലൈറ്റ് പോയതിനു ശേഷമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ദീപ്തിനെ ഭയങ്കര രസമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ എന്നിട്ടും അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് പുതിയ ക്യാമറയുടെ ടെക്നോളജി നമുക്ക് ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്പേസ് അവിടെ, ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ റോയിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് അത് കുറച്ച് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കിട്ടും. പക്ഷെ എനിക്ക് കുറച്ച് രസമുള്ള, മനസ്സിനെ സന്തോഷം. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലെത്തി എന്റെ വർക്ക് സ്പേസിൽ എത്തണ വരെയും എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സിസ്റ്റത്തിലിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓക്കെ. അത് ബിക്നി ഷൂട്ടുകളാണ്, ബിക്നി ഷൂട്ടിനൊന്നും നമുക്ക് നാട്ടിലൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇതെന്താ വെച്ചാൽ ആളുകളുടെ തോട്ട് പ്രോസസ്സ് മാറി. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്റെ തന്നെ കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുണ്ടെടുത്ത് നടന്നിരുന്ന ഒരാളായിരുന്നു. അന്ന് മിടിയിട്ട് വന്നൊരു പെങ്കോച്ചിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ആളാണ് ഞാൻ. അതറിയില്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ കോളേജിലെല്ലാരും ചുരിദാറിട്ട് വരുന്നു, അതിന്റെ കൂട്ടത്തിൽ ഒരാൾ മാത്രം മിടിയിട്ട് വരുന്നു എന്ന് പറയുന്ന ഒരു ഓക്വേർഡായിരുന്നു അന്ന്. ഇന്ന് പറയുമ്പോ എന്നെ തല്ലാൻ വരണ്ടാരും വരട്ടെ. പക്ഷെ അന്ന് ഇങ്ങനെ രാഷ്ട്രീയക്കാരനാണല്ലോ. അപ്പൊ ഞാൻ നോക്കണ സമയത്ത് സകല കൂടെയുള്ള ആമ്പിളാരൊക്കെ ഈ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് രാഷ്ട്രീയ ആങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ആ കുട്ടികളുടെ അടുത്ത് ഞാൻ പേരെന്ന് പറയുന്ന പുള്ളിക്കാരി ഇപ്പൊ ആർട്ടിസ്റ്റൊക്കെയാണ്. അപ്പോ പൊക്കോ, വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയും. ഡ്രസ് മാറിയിട്ട് അടുത്ത ദിവസം വന്നാൽ മതി, ഇവിടെ എല്ലാവരും ചുരിദാറിട്ട് നടക്കുമ്പോൾ താൻ മാത്രം വേണ്ടിയിട്ട് വരണ്ട എന്ന് പറഞ്ഞ ഞാൻ അത് കഴിഞ്ഞിപ്പം ചെയ്യുന്നത് ഫുൾ ഹൈ ഫാഷൻ ഫോട്ടോകൾ. പണ്ട് ഫേസ്ബുക്കുള്ള സമയത്ത് സഖാവേ എന്ന് പറഞ്ഞിട്ടൊരു വിളിയും, താങ്കൾ ഇങ്ങനെ മാറുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകളുടെ കോൺസെപ്റ്റ് മാറി മാറി വരണം എന്നേ. കാരണം നമ്മളൊരു വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങളും. അപ്പൊ നമ്മളൊരു മോഡലിനെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, അപ്പൊ നമ്മൾ ക്ലയന്റിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെത്ര കഷ്ടപ്പെട്ടാണ് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വലിയ ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ക്യാമറയുടെ മുമ്പിൽ വരുന്നു, എങ്ങനെ വന്നാലും പണ്ട് നമ്മൾ അറിയില്ലേ, ഇപ്പൊ ഒരു മേക്കപ്പും ചെയ്യാത്ത ആളാണെങ്കിൽ പോലും ഒരു സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒരു പൗഡർ, കുട്ടിക്കൂടെ പൗഡറിന്റെ ടിന്നും എന്തെങ്കിലും ഒരു സാധനം അവിടെ പൗഡർ ഇട്ടോ എന്ന് പറയുമല്ലോ. മേക്കപ്പ് ചെയ്യുന്നതും നല്ല ഡ്രസ്സ് ധരിക്കുന്നതും അവരുടെ ബോഡി, അവർ ഫിറ്റ് ആയിട്ടിരിക്കുന്ന ബോഡി കാണുന്നതും ഒക്കെ അവരുടെ കോൺഫിഡൻസിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനൊരു ആർട്ടായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് കുറെ അധികം ആൾക്കാരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വരും, ആളുകൾ മാറ്റം വരും. മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പൊ പണ്ടത്തെ അത്രയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത് സാധികനെ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ട്. അപ്പൊ സാധിക എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു. ആ ഷൂട്ട് ഒരു ഡെനിം ജാക്കറ്റ് ഒക്കെ ഇട്ടുള്ള കുറച്ചിങ്ങനെ ഒരു ഇതായിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. പക്ഷെ അത് മാതൃഭൂമിയുടെ ഇതിനകത്ത് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിനകത്ത് സെൻട്രൽ പേജിൽ പ്രിന്റ് ഒക്കെ ചെയ്ത് വന്നു. പ്രിന്റ് ചെയ്ത് വന്ന് എന്റെ പേരല്ല വെച്ച് അന്ന് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ പേര് വെച്ചിട്ടില്ല, ഫോട്ടോഗ്രാഫറുടെ പേര് വെച്ചിട്ടില്ല. അപ്പോൾ ആ പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത് മാറി. അന്നത് നമുക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ആൾക്കാർ എങ്ങനെയായിരിക്കും എടുക്കുക. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വേറെ എന്തൊക്കെ കമന്റ് വരും, എന്നാലും കമന്റ് വരും. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ബോൾഡാണ്, പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്ചർ ചെയ്യാൻ, ഞാനും ക്യാപ്ചർ ചെയ്യുന്നു. പക്ഷെ ആ പടം എന്തുകൊണ്ടോ നന്നായിരുന്നു. എനിക്ക് അത്ര കൃത്യമായിട്ട് ലൈറ്റിംഗ് ഒന്നും അറിയില്ല, പക്ഷെ എന്നാലും അവരുടെ ഒരു ഗുണം കൊണ്ടൊക്കെ എന്തൊക്കെയോ നന്നായി വന്നു. പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത് മാറി. പിന്നീട് ഞാൻ കാണുന്നത് അതേ പാറ്റേണിൽ വേറെ ആളുകളും പതുക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങി.
അങ്ങനെ ആദ്യമായിട്ട് നമ്മളിപ്പോ ഒരു ഫോട്ടോഗ്രാഫി സെഗ്മെന്റിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ വളരെ അടുത്ത ആൾക്കാരാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ സാദിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ ഫോട്ടോഗ്രാഫർ ആണെന്ന് എന്റെ പരിചയത്തിൽ ആർക്കും അറിയില്ല, ഫോട്ടോ എടുക്കുന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ര താല്പര്യം ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഇവരുടെ അടുത്തൊക്കെ നമുക്ക് ചോദിക്കാനൊരു മടിയുണ്ട്, കാരണം നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പൊ ആ സാദിക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പിന്നീടാണ് ആളുകൾ പതുക്കെ പതുക്കെ അറിയുന്നതും നമ്മുടെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നതും അത് നല്ലതാണെന്ന് ആൾക്കാർ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉള്ളത്. ഞാൻ കൂടുതലും ചെയ്യാറുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇപ്പോൾ ആൾക്കാർ കുറച്ചു പേരെങ്കിലും ഒക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് നല്ലതാണ്, നമ്മളൊരു നല്ലൊരാളെ നല്ല രീതിയിൽ പോർട്രേ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ സ്കില്ലല്ല അവിടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വരുന്ന ക്യാമറയുടെ മുമ്പിൽ വരുന്ന ആർട്ടിസ്റ്റുകളെ അവരെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, അവരുടെ സൗന്ദര്യം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അത് ഏതാണെങ്കിലും, അത് കളർ അങ്ങനെ രീതിയിൽ നോക്കിയിട്ടല്ല, അവരുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥിരം കണ്ട് പരിചയമുള്ള രീതികളല്ലാത്ത രീതിയിൽ അവരെ കാണിക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ പലപ്പോഴും നല്ല രീതിയിൽ വരുന്നത്, നല്ല ഫോട്ടോസ് വരുന്നതും ആളുകൾ നല്ലത് പറയുന്നതും. അത് ത്രൂ വർക്കുകൾ കിട്ടി തുടങ്ങിയതും. ഞാൻ കമേഴ്ഷ്യൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെ ഇവന്റ്സും അങ്ങനെ വെഡിങ് ഒന്നും ഷൂട്ട് ചെയ്യുന്ന ആളല്ല. അതിനുള്ള സ്കില്ലും എനിക്കില്ല. അപ്പോ ഇങ്ങനത്തെ ഒരു സംഗതികൾ വരും. നമ്മൾ പറഞ്ഞു ഫോട്ടോഗ്രാഫിയായി മാറി, യാത്ര പോയി. അല്ല, യാത്ര ഫോട്ടോഗ്രാഫി എപ്പോഴും മറ്റേ ഇങ്ങനെ എടുക്കുന്ന ആൾക്കാർ ഒരു സംഗതിയാണ്. യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യാത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് എന്തായാലും ഇവിടെയുള്ള ഓഡിയൻസ് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും നമ്മുടെ ഈ. ഞാൻ ഇടയ്ക്ക് ചോദിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫോട്ടോഗ്രാഫി യാത്രകളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഈ വർക്കല പറഞ്ഞു, അതല്ലാതെ അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയി തോന്നി ഫീൽ ചെയ്തിട്ടില്ല യാത്ര എന്ന രീതിയിൽ? ഫോട്ടോഗ്രാഫി എന്നുള്ളതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പോയ യാത്ര. ഇപ്പൊ ഫോട്ടോഗ്രാഫി എനിക്ക് യാത്രകളുടെ കാര്യം പറയുമ്പോൾ ട്രാവൽ ചെയ്യുക, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക, അതുമായി ക്ലബ് ചെയ്തിട്ട് എന്തെങ്കിലും ഫോട്ടോ നമ്മുടെ ഒരു രീതിയിലേക്ക് ഒരു മാറ്റം വരുത്താന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ട് ഞാൻ ഓറോവിൽ, പോണ്ടിച്ചേരിയിൽ ഓറോവിൽ ട്രാവൽ ചെയ്തിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പോൾ അവിടെ ഉണ്ട്. അപ്പോൾ പോൾ അവിടെ സ്ഥിരമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പോകാൻ തീരുമാനിക്കുന്നത്. എനിക്ക് ഓറോവിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ എൻ്റെ പെയിന്റ് ചെയ്യണ വാട്ടർ കളർ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ പെയിന്റ് ചെയ്യലും ഫോട്ടോഗ്രാഫിയും കൂടെ ക്ലബ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫോം ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ പോയപ്പോൾ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ ഒരു ദിവസം പോയിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന മാതൃമന്ദിർ കാണുന്നു, ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു എന്നല്ലാതെ നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ അവിടെ താമസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്ന കുറേ ജീവിതങ്ങളുണ്ട്. പതുക്കെ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അത് നമ്മൾ എൻജോയ് തുടങ്ങും. അത് നമ്മളെ പിന്നീട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ കളർ എന്നുള്ള രീതിയിലായിരിക്കാം, ലൈറ്റുകൾ എന്നുള്ള രീതികളായിരിക്കാം. ഞാൻ 1-2 ഷൂട്ടുകൾ അവിടെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഷൂട്ടുകളാണ്. ഞാൻ ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ അവിടുത്തെ ഒരു മഡ് പൂൾ എന്ന് പറഞ്ഞ്, ചെളിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് മഡ് പൂൾ എന്ന് ഒരു വിളിക്കുന്നത്, മഡ് ബാത്ത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. നമുക്ക് പറയുമ്പോ ചെളിക്കുണ്ടാണ്, അത് കാണുമ്പോ ചെളി പിടിച്ച് കിടക്കുന്ന ഒരു കുളം, അതിനാണ് ഒരു മഡ് പൂൾ. അവർ ഭയങ്കര ഡിവൈനായിട്ടാണ് എനിക്ക് കാണുന്നത്. അവിടെ പോയിരിക്കുന്നു, സംസാരിക്കുന്നു, അതിനകത്ത് മുങ്ങിയിരിക്കുന്നു, നല്ല തണുപ്പാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാനൊരു ഒരു ഷൂട്ട് ചെയ്തിരുന്നു അവൈലബിൾ ലൈറ്റില്. അത് പറഞ്ഞ പോലെ തന്നെ നല്ല മറ്റേ എന്താ പറയാ, സൺലൈറ്റ് നല്ല സമയം നോക്കിയിട്ടൊന്നും അല്ല പലപ്പോഴും പല ഷൂട്ടുകൾ നടക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഈ ലൈറ്റൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ലൈറ്റ് പോയാലും നമ്മളെ ചിലപ്പോൾ ആ ഫ്രെയിം ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ലൈറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഫാക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലാതെ കിട്ടുന്ന ചിലപ്പോൾ ഒരു രസമുള്ള ഒരു ഫ്രെയിം ഉണ്ടാവും ചിലപ്പോൾ. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ മഡ്പൂളിനകത്ത് വെച്ചിട്ട് ഞാനൊരു മോഡൽ ഷൂട്ട് ചെയ്തിരുന്നു. അത് അവിടെ നിന്ന് കിട്ടിയ റിസൾട്ടും ഭയങ്കര രസമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ പേര് എൻ്റെ അടുത്ത് നിങ്ങളുടെ ഫോട്ടോ നന്നായിട്ട് പതിവിൽ കവിഞ്ഞ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരം കഷ്ടപ്പെട്ട് കുറെ ലൈറ്റ് 10-12 ലൈറ്റൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ആളുകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇത്തരം സാധനങ്ങളായിരിക്കാം. ക്രിയേറ്റീവ് സ്പേസ്. കാരണം നമ്മൾ ഷൂട്ടിന് വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. കാരണം നമ്മൾ അവിടെ ചിലപ്പോൾ ഒരു 2-3 ദിവസം എടുക്കുമ്പോഴായിരിക്കും നമ്മൾ അവിടെ ഒന്ന് ഇന്നാവുന്നത്. ആ സ്ഥലവുമായിട്ടോ അതിൻ്റെ ഒരു ക്ലൈമറ്റ് ആയിട്ടും അവിടുത്തെ ആൾക്കാരുമായിട്ടോ അതല്ലെങ്കിൽ ആ പ്രകൃതിയായിട്ടൊക്കെ നമ്മളൊന്ന് ജെല്ലാവാൻ തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ സൈക്കിൾ എടുത്ത് പോകുന്നു, അല്ലെങ്കിൽ കിട്ടുന്ന സമയം നടക്കുന്നു. അപ്പൊ കിട്ടുന്ന ടെക്സ്ചറും മണ്ണും ഒക്കെ ആദ്യത്തെ ദിവസം കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്ത പലതും രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് ചിലപ്പോൾ തോന്നുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കാനായിട്ട് യാത്രകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് ട്രാവൽ പ്ലാനുകൾ
റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. പക്ഷെ അത് ഉറപ്പായിട്ടും അങ്ങനെ ട്രാവൽ ചെയ്യണം തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ഈ ലൈറ്റുകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ പഠിച്ചു തീർന്നിട്ടില്ല, എല്ലാ ദിവസം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അല്ലാതെ നമുക്ക് ഇപ്പൊ നമ്മൾ പുറത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ നമ്മൾ ഞാനൊരു ജ്വല്ലറി ഷൂട്ടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂർ ഞാൻ പോയിരുന്നു. ഭയങ്കര രസമുള്ള ക്രൂ. അവര് ഇവിടെ ചാടി നിൽക്കുവാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പൊ കിട്ടുന്ന വളരെ, ഞാൻ ഇവിടെ എടുക്കുന്ന ടെൻഷന്റെ ഒരു 25% ടെൻഷൻ പോലും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഞാൻ ഫ്ലൈറ്റിന് അവിടെ പോകുന്നു, പുലർച്ചെ 3 മണിക്ക് എത്തുന്നു, 4 മണിക്ക് കുളിച്ച് റെഡി ആയിട്ട് ലൊക്കേഷനിലേക്ക് പോകുന്നു. അങ്ങനെയായിരുന്നു. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളം, അവിടുത്തെ ലാൻഡ്സ്കേപ്സും അവിടെ ഷൂട്ട് ചെയ്യാൻ അവർക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അവിടുത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓക്കെ, ഇത് നമ്മൾ സ്ഥിരം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണല്ലോ, അതല്ലെങ്കിൽ ഈ പറയുന്ന കടൽ തീരം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതല്ലെങ്കിൽ കായൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷെ അവരെ അത് ഇപ്പോഴും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ലൊക്കേഷനുകൾ കൂടെ ചൂസ് ചെയ്തുകൊണ്ട് ഒരു പരിപാടികൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. ഇപ്പൊ ട്രാവൽ നമ്മളിപ്പോഴും ലൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് അപ്പൊ ഏഷ്യനെന്നൊക്കെ കിട്ടിയ പ്രശ്നമായിരിക്കും. കാരണം നമ്മളിപ്പോഴും ഒരു ടീമായിട്ട് വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, അങ്ങനെ ഒരു ടീം ഉണ്ടാവില്ല എപ്പോഴും. അതേ ടീമിനെ തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഇതേ പരിപാടി തന്നെ പിടിച്ചു. കാരണം കൂടെ കുറച്ച് അസിസ്റ്റൻസ് ഉണ്ട്, സ്ഥിരമായിട്ട് ലൈറ്റുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, സന്നാഹങ്ങളുണ്ട്, അതങ്ങോട്ട് വരട്ടെ ഇതിങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ പരിപാടികളുണ്ട്. പക്ഷെ ഈ പ്രകൃതി എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തൊന്നും ചിലപ്പോൾ നിൽക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പരിപാടി ഒന്നും നടക്കില്ല. പക്ഷെ അതിനെ നമ്മളെ എന്താ പറയാ, നമ്മളെ പരിധിയിലാക്കുക അല്ലെങ്കിൽ നമ്മളെ ഡൗൺ ചെയ്യിക്കാതെ അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് കിട്ടിയിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് എനിക്ക് ഓറോവില്ലിൽ ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. എനിക്ക് എപ്പോഴും പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോകുമ്പോൾ അങ്ങനത്തെ ലാൻഡ്സ്കേപ്പോ അങ്ങനത്തെ സംഗതികളോ ഉള്ള സ്ഥലമൊന്നും അല്ല. പക്ഷെ എങ്കിലും ആളുകളും നമ്മൾ സംസാരിക്കുമ്പോഴും അതല്ലെങ്കിൽ ഇവര് വായിക്കുന്ന പുസ്തകങ്ങളോ നമ്മൾ കാണുന്ന പല പല ആൾക്കാരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. ചിലപ്പോൾ പുതിയ പുതിയ സാധനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് ഞാൻ പലപ്പോഴും ചെറിയ കുട്ടികളുടെ അടുത്തുനിന്ന് വരെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലമാണ്. അതുപോലെ കുറെ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടുള്ള യാത്രകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പുറത്തുള്ള സ്ഥലങ്ങളും അതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കല, എന്തുകൊണ്ട് വർക്കലയെ ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് തോന്നിയ ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും രസമായിട്ട് തോന്നി, ഞാൻ വേറെ റെഫറൻസ് എടുത്തിട്ടല്ല പോകുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ആരെങ്കിലും നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള റെഫറൻസ് കണ്ടിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ പറയാൻ പറ്റില്ല, അറിയാതെ നമ്മളെ ചിലപ്പോൾ അതിങ്ങനെ ഹോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളത് കണ്ടിട്ടില്ല. നമ്മൾ ആദ്യം കാണുന്നതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു സ്ഥലം നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഫ്രെയിം വെക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിനൊക്കെ കൂടുതൽ ഫാഷനും കൂടെ അതിനകത്ത് വരുന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ ഷൂട്ട് ചെയ്ത വേറെ നമ്മളൊന്നുമില്ല, ഇവിടെ പിഴല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, കണ്ടെയ്നർ റോഡിന്റെ അടുത്ത് പിഴല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ എല്ലാവരും പോവാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ആ സ്ഥലം കാണുന്നത്. ഇപ്പൊ അവിടെ സ്ഥിരം ആൾക്കാർ പോയി തുടങ്ങി, നേരത്തെ അത്രയും ഉണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് ആൾക്കാർ പലരും. പക്ഷെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തു, ഒരു മോഡൽ ഷൂട്ട് ചെയ്തു. ഇതുപോലെ തന്നെ ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഗോൾഡൻ അവർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ അത് നമ്മൾ അവിടെ പോകുന്നു, ഈ മോഡൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നു, ആ സ്ഥലം നമ്മൾ ഫ്രെയിം വെക്കുന്നു. ആർക്കും ഇതുവരെ ഞാനത് അവിടെ ഷൂട്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടേ ഇല്ല. അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ഈ സ്ഥലത്താണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള സ്ഥലം തന്നെ പറഞ്ഞു കൊടുത്തു, ഇതാണ് ഇന്നതാണ് ഇവിടെയാണ്. അവിടെ പോകുമ്പോ അങ്ങനെ ഒരു ഫ്രെയിം ആർക്കും കിട്ടിയിട്ടില്ല. അത് ചിലപ്പോ നമ്മളുടെ ഒരു ലക്കായിരിക്കാം, അതല്ലെങ്കിൽ ലക്ക് എന്നല്ല അതിനെ പറയേണ്ടത്. നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സോളോ ട്രാവലേഴ്സിനായിരിക്കും അഖിലും കൂടുതലായിട്ടും, അഖിലാണ് ട്രാവൽ ചെയ്യുന്നത് കൂടുതലും സോളോ പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണല്ലോ. നമ്മൾ തനിച്ച് പോകുന്ന സമയത്ത് നമ്മൾ വേറെ ആരുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരുടെ സമയം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു സമയത്ത് പോകണം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. ഒരു സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണുന്ന കുറെ സംഗതികളുണ്ട്. ഇപ്പൊ എത്ര തന്നെ ഇപ്പൊ ഫോർട്ട് കൊച്ചി എന്താ പറയാ എല്ലാരും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ പക്ഷെ ഒരു മൈൻഡ് സെറ്റിൽ വേറൊരു മൈൻഡ് സെറ്റിലാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള
അപ്പൊ ഞാൻ തന്നെ കുറെ പേരുടെ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു സാധനം ഈ ഒരു ഫ്രെയിം എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് പലരും. അത് ചിലർ മൊബൈൽ ഫോണിലൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് എന്ത് രസമായിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഫോണുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെ വെച്ചിട്ടും ഫ്രെയിം കിട്ടുന്നില്ല. ഓക്കെ, പരിപാടി നമുക്ക് പെട്ടെന്നല്ല മാറ്റി വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റാറുണ്ട്. അതുപോലെ ഈ യാത്രകളിലെ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ത്രില്ല് തരുന്ന അങ്ങനത്തെ ഒരു യാത്രയുണ്ടോ? അതെന്റെ ആദ്യത്തെ കുറച്ച് ലോങ് ട്രിപ്പ് ഗോവയിലേക്കായിരുന്നു. അത് റൈഡർമാനിയ, റോയൽ എൻഫീൽഡ് റൈഡർമാനിയ തുടങ്ങുന്ന ആദ്യത്തെ വർഷം 2008-9 ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങളിന്നൊരു 7 ബുള്ളറ്റിൽ 7 റൈഡേഴ്സ് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് അതിൽ പറഞ്ഞുകൊണ്ട് ആ പോയിന്റ് ആദ്യം പറയാം. ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോഴുള്ള സമയമായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ GPS മാപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് അങ്ങനെ ഒരു എയർ ഡിസ്റ്റൻസ് പോലെ എന്തോ സാധനമാണ് കാണിക്കുക, അല്ലാണ്ട് പ്രോപ്പർ ട്രാക്ക് കാണിക്കുന്ന സിസ്റ്റം ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നേരായ വഴികളിലൂടെ അല്ല യാത്ര ചെയ്യുന്നത്, വേറെ ഏതൊക്കെയോ വഴികളിലൂടെ പോകുന്നു, വഴി തെറ്റുന്നു, കാട്ടിലൂടെ പോകുന്നു. ഞങ്ങൾ രാത്രി ഒരു 12 മണി 1 മണി സമയത്തൊക്കെ ആയപ്പോ ഒരു എന്തോ ഒരു ഗ്രാമം, പ്രോപ്പർ വഴിയൊന്നും ഇല്ലാത്ത ഏതോ ഒരു സ്ഥലം, കർണാടകയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല, നമുക്ക് വഴിയൊന്നും അറിയാനായിട്ട് ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോ ഒരു വെളിച്ചം കണ്ടിട്ട് ഒരു ബിൽഡിങ്ങിന്റെ അവിടെ ഞങ്ങൾ നിർത്തിയപ്പോൾ അതൊരു പള്ളിയായിരുന്നു, ചെറിയൊരു പള്ളി. ആ പള്ളിയിലെ അച്ഛൻ മലയാളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പുള്ളിയുടെ കൂടെ ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ കഥയൊക്കെ പറഞ്ഞ് രാത്രി ആൾ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് വഴിയൊക്കെ ഈ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും പഴയ കാസ്റ്റ്. അതിനകത്ത് ഒരു ബുള്ളറ്റിന്റെ ഇവിടെ നിന്ന് പോണ വഴിക്ക് കോയമ്പത്തൂർ വെച്ചിട്ട് സൈലൻസർ ഊരിപ്പോയി, കിട്ടിയില്ല. ആ വണ്ടി അതും പെട്ടെന്ന് പൊട്ടല് തീയൊക്കെ വരുന്ന സൗണ്ടാണ്. ഇത്ര അരോചകമുള്ള പരിപാടി വേറെ ഇല്ല. പക്ഷെ നമ്മൾ ഈ ഹെൽമെറ്റ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല. അപ്പൊ ആ സൗണ്ടൊക്കെ ആയിട്ടാണ് ഇവരെ എണീക്കുന്നതും വരുന്നതൊക്കെ. അപ്പൊ ഞങ്ങൾ കിടന്നുറങ്ങി, എവിടെ ഏതൊക്കെയോ കിടത്തുണ്ടായാലോ റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലേക്ക് ആയപ്പോ കുറച്ച് നേരം വിളിച്ചപ്പോ വന്നു. അപ്പൊ പെട്രോളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഇനി വണ്ടി എവിടെ നിന്ന് പെട്രോൾ അടിക്കാനാണെന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോ ദൂരെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിലേക്ക് ഞങ്ങൾ എത്തിയപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നുന്നു. അവിടെ ഒരു ആഫ്രിക്കൻ നിന്നിട്ടാണ് പെട്രോൾ അടിക്കുന്നത്. അപ്പോ ഈ നമുക്ക് ഭയങ്കര, നമുക്കറിയില്ല അതൊരു ആഫ്രിക്കനാണ്. പക്ഷെ ഈ നമ്മുടെ മനസ്സിലുള്ള ഒരു 6 അടി പൊക്കമൊന്നുമില്ല, നമ്മുടെ അത്ര പൊക്കം തന്നെയുള്ളൂ. പക്ഷെ ആഫ്രിക്കൻ ലുക്കുള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവൻ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ പുള്ളി സംസാരിക്കുന്ന കന്നഡയാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോ അപ്പൊ ഇവൻ ഹഗ് ചെയ്തപ്പോ ഈ പുള്ളി ആകെ ഒന്ന് ഷ്രിങ്കായ പോലെ, അയ്യോ എന്നെ അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ നമുക്കത് എന്തോ പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ നോക്കിയപ്പോഴാണ് അവരെന്നെ പറഞ്ഞു ഇവരിവിടെ പണിക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല കേട്ടോ. അതിപ്പോ ഇപ്പഴല്ല, ഒരു 2009 സമയത്തല്ലേ. അപ്പൊ അപ്പോഴാണ് പറയുന്നത് അവിടെ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്, അവിടെ അങ്ങനെ ഒരു ആഫ്രിക്കൻ കോളനി പോലത്തെ ഒരു സംഗതി ഉണ്ട്. പണ്ടെപ്പോഴോ സിദ്ധി കോളനി. ഇപ്പൊ പിന്നെയും ഡോക്യുമെന്ററി ഒക്കെ വന്നിട്ട് ആളുകൾക്ക് അവൈലബിൾ ആണ്. അതെ. അപ്പൊ അന്ന് ഞങ്ങളത് ഭയങ്കരമായിട്ട്, അപ്പൊ എനിക്കിപ്പോഴും മനസ്സിലായുള്ള മുഖമുണ്ട്. കെട്ടിപ്പിടിച്ചപ്പോ അയാളൊന്ന് ഇങ്ങനെ, പണ്ട് മറ്റേ ബ്രിട്ടീഷുകാര് അവരുടെ അടിമയെ കൊണ്ട് നിർത്തി. പക്ഷെ അതിന്റെ ഒരു സാഡ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പോഴും അവര് ജീവിക്കുന്നത് ഏതാണ്ട് അടിമകളെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെയുള്ള ആൾക്കാർ അവരെ ട്രീറ്റ് ചെയ്യുന്നതും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരവിടെ ഇതുപോലെ മറ്റേ കൃഷിപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ആൾക്കാരാണ്, വളരെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് എന്റെ ഉള്ളിൽ പിന്നെ ഞങ്ങൾ പോകുന്നത് മുഴുവൻ ഞാൻ പിന്നെ നോക്കുന്നത് സാധാരണ ആൾക്കാരല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രമാണ് ആ വഴിയിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരവിടെ പാടത്ത് പണിയെടുക്കുന്നുണ്ട്, ഇതിൽ കൂടെ നടന്നു പോകുന്നുണ്ട്, അങ്ങനെയുള്ള കുറെ ആൾക്കാർ. അപ്പൊ ഞാൻ പിന്നെ ആ സമയത്ത് എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരൊക്കെ വെച്ചിട്ട് ഇത് ആൾക്കാരിലേക്ക് അറിയണം. അന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളെവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുമ്പോഴൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഒരുപാട് ഡോക്യുമെന്ററികൾ, അതെ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പൊ പിന്നെ അന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്ലാൻ ഒന്നുമില്ല. അങ്ങനെ ഹോട്ടൽ റൂം എടുത്തിട്ടൊന്നുമല്ല താമസിക്കുന്നത്, ധാബകളിലൊക്കെ കിടന്നുറങ്ങിയിട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ നമ്മൾ കുറെ റൈഡിങ് ജാക്കറ്റും ഹെൽമെറ്റും ബൂട്ടും പാഡും ഒക്കെ വെച്ച അന്ന് പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. അന്ന് എന്തോ ഒരു പ്രത്യേകതരം ജീവികളെ പോലെയാണ് ഇപ്പൊ പോലീസുകാരാണെങ്കിൽ തന്നെയും നമ്മളവിടെ നിന്ന് അപ്പൊ കറക്റ്റ് ലൈൻ പിടിച്ചു പോകുന്ന സിസ്റ്റം ഒക്കെ ആ സമയത്ത് വളരെ അപൂർവമായിട്ടുണ്ടായിരുന്ന സംഗതികളാണ്. ആദ്യം വരുന്നു ഏതൊരു ജീവി വരുന്നു, അവനെ തടഞ്ഞു നിർത്തിയേക്കാം എന്ന് വിചാരിക്കുമ്പോ അതുപോലെ ഒരു 10-20 എണ്ണം സൈഡിൽ കൂടെ. അതായത് വണ്ടി വന്ന് പാർക്ക് ചെയ്യുമ്പോ എന്താ കാര്യം എന്നറിയോ, ഒരാള് ഇപ്പൊ പോലീസുകാരായിക്കോട്ടെ നമ്മളെ വഴി തടഞ്ഞു നിർത്തി എന്ന് വിചാരിക്കുക, ഒരു വണ്ടി വെക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത് വരണം,
അതിന്റെ അടുത്ത് വരണം, അങ്ങനെ ലൈനായിട്ടാണ് ഫുള്ള് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിന്നതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്യുകയും ഇറങ്ങി വരികയും ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ആഗ്രഹമുണ്ട്, വേണ്ട പൊക്കോ എന്ന് പറയുന്നത് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഒരു 10-20 വണ്ടി നിർത്തിയതിന് ശേഷമായിരിക്കും ഇവർ പിന്നെ ഇവരുടെ അടുത്ത് മുഴുവൻ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും വളരെ നല്ല രീതിയിലായിരുന്നു നമ്മുടെ അടുത്തൊക്കെ പെരുമാറിക്കുന്നത്. ഇന്നാണ് വണ്ടിയിൽ മോഡിഫിക്കേഷൻ പരിപാടികളൊക്കെ കൂടുതൽ പ്രശ്നമായത്. അന്ന് മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, കാരണം നമ്മുടെ റൈഡിങ് സ്റ്റൈലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ മാറ്റം വരുത്താറുണ്ട്. പക്ഷെ ഇറങ്ങുന്ന പുതിയ വണ്ടികളിൽ എല്ലാം റൈഡർക്ക് കംഫർട്ടബിൾ ആയിട്ട് രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. മറ്റത് അങ്ങനെ ആയിരുന്നില്ല. നമ്മളൊരു ലോങ് റൈഡ് പോകുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുമല്ലോ. അപ്പൊ എന്റെ വണ്ടിയുടെ പുറകിൽ തന്നെ ഒരു വലിയൊരു ആർച്ചും അതിമത്തൊരു കൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാണുമ്പോൾ തന്നെ എന്തോ ഒരു സാധനം വരുന്ന പോലെ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും ആഗ്രഹിക്കുക ഒരു പുതിയ ഒരു സ്റ്റൈൽ വണ്ടി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ എന്റെ വണ്ടിയുടെ കളർ ഒരു സാൻഡ് ഡ്രിഫ്റ്റ് ഗ്രേ എന്ന് പറഞ്ഞ കളറാണ്. അന്ന് ആ കളറിൽ ഒരു വണ്ടി ഇറങ്ങിയിരുന്നില്ല. ഗ്രേ കളറിൽ ബൈക്കുകൾ ഇറങ്ങാത്ത കാലത്താണ് ഞാൻ ആ കളർ തപ്പിപ്പിടിച്ച് വണ്ടി അടിച്ചത്. പക്ഷെ പിന്നീട് കമ്പനികൾ തന്നെ ആ കളറിൽ വണ്ടികൾ ഇറക്കി തുടങ്ങി. ഈ പറഞ്ഞ കൂട്ടത്തില്ലേ, ഇപ്പൊ അതായത് ഞങ്ങൾ ഗോവ ട്രിപ്പ് പോവാ. അപ്പൊ ഗോവ ട്രിപ്പ് പോകുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാ പ്ലാൻ ചെയ്യുക? ഗോവ പോകുന്നത് ഇവിടെ നിന്ന് പോകുന്നു, കണ്ണൂർ വഴി കാസർഗോഡ് പോകുന്നു, N17 വഴി ഹൈവേ പിടിച്ച് പോകുന്നു. അന്ന് ഹൈവേ എന്ന് പറയുന്ന സാധനം ഇല്ല, വഴി ഉണ്ട് അഖിലേ. പക്ഷെ എന്താ വെച്ചാൽ ആ സമയത്ത് എന്താ വെച്ചാൽ വലിയ വലിയ വണ്ടികളും ട്രക്കുകളും പോയിട്ട് വണ്ടി നമ്മുടെ ബൈക്ക് പോയി കഴിഞ്ഞാൽ സ്കിഡായി വീഴും എന്ന രീതിയിലാണ്. ഫുൾ ഗ്രേവലാണ് റോഡുകളിൽ മുഴുവൻ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു കോയമ്പത്തൂർ വഴി പോവാം. ആ വഴി ആരോ പറയുന്നു ആ വഴി നല്ല വഴിയാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വഴി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോയമ്പത്തൂർ പോകുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു. അത് കഴിഞ്ഞ് മൈസൂർ പോകുന്നു. മൈസൂരിൽ നിന്ന് മണിപ്പാൽ യൂണിവേഴ്സിറ്റി എത്തുന്നു. എത്രയോ 3 ദിവസമോ 4 ദിവസമോ ട്രാവൽ ചെയ്തിട്ടാണ് ഗോവയിൽ എത്തുന്നത്. അപ്പൊ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ എത്തി ഞങ്ങള് കോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി റൈഡർമാനി ഓൾറെഡി തുടങ്ങി. 3 ദിവസത്തെ പരിപാടിയാണ് ഈ റൈഡർമാനി എന്ന് പറഞ്ഞ പരിപാടി. അത് തുടങ്ങുമ്പോഴെങ്കിലും അവിടെ എത്തണമല്ലോ. അപ്പൊ ഓക്കെ, തുടങ്ങിയ ദിവസത്തിന്റെ വൈകുന്നേരമെങ്കിലും എത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെയ്തിട്ട് ഓരോരുത്തർക്ക് 3 റെഡ് ബുള്ള് വെച്ചിട്ടും പിന്നെ മറ്റേ എക്സ്പ്രസോ ഷോർട്ട് അടിച്ചിട്ടാണ് ഉറക്കമില്ലാതെ ഓടിക്കുക. എപ്പോഴെങ്കിലും വരാണെങ്കിൽ റെഡ് ബുൾ അടിക്കുന്നു, പോകുന്നു. അപ്പൊ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല. അപ്പൊ ഇന്നത്തെ വണ്ടികൾക്ക് കുറച്ചുകൂടി ഹെഡ്ലൈറ്റ് ഇതൊക്കെ മിന്നി പോണ പോലത്തെ രീതിയിലാണല്ലോ. സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഏതെങ്കിലും മറ്റേ ലോറി പോകുമ്പോ അതിന്റെ പുറകെ പിടിച്ച് പോണ പരുവത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയാം, അങ്ങനെ 2 പ്രാവശ്യം ആ സെയിം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു 1 മണി സമയത്തൊക്കെ എന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോയി. ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഹെഡ്ലൈറ്റ് പോയി 1 മണി സമയത്ത് ഹെഡ്ലൈറ്റ് പോയി. ഞങ്ങൾ വണ്ടി നിർത്തി ഇത് അഴിച്ച് പണിയെടുക്കണമല്ലോ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പണികൾ അറിയാം. ആ സമയത്ത് തന്നെ നമ്മുടെ എറണാകുളത്തൊരു മാർട്ടിൻ ചേട്ടനുണ്ട്, സീനിയർ റൈഡർ. ഈ മനുഷ്യൻ കൃത്യമായിട്ട് റോബന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. വെറുതെ ഈ വണ്ടി നിർത്തിക്കാൻ പുള്ളി മെക്കാനിക്കാണ്, ഇവിടെ നിന്ന് വിളിക്കുന്നത്, എവിടെ എത്തി എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്ന. അപ്പൊ ആ സമയത്ത് പറഞ്ഞു മാർട്ടിൻ ചേട്ടാ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോയി. ആള് ഫോണില് എങ്ങനെ ശരിയാക്കണം എന്ന് പറയുന്നു. കൃത്യമായിട്ട് നമ്മളത് കണക്ട് ചെയ്യുന്നു. വണ്ടി വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് പോകുന്നു. അവിടെ എത്തിയതിനു ശേഷമാണ് നമ്മുടെ പല പല സാധനങ്ങൾ നമ്മൾ ശരിയാക്കുന്നതും കാര്യങ്ങളും എല്ലാം. അന്നത്തെ കുറച്ച് സ്റ്റില്ലുകളുണ്ട്. അത് ഈ ക്ലിഫിന്റെ സൈഡിൽ കൂടെ പാറയമ കൂടെയൊക്കെ വെറും സ്ലിപ്പർ ഇട്ടിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് വണ്ടി ഇറക്കി താഴെ പോയി ഓടിച്ച് തിരിച്ചു കയറ്റുന്ന കലാപരിപാടികളൊക്കെ ഇന്നാണെങ്കിൽ ഒരിക്കലും ചെയ്യൂല. ആരും അങ്ങനെ ചെയ്യുകയും ചെയ്തു. ഇത്രയും മണ്ടത്തരം, അതായത് ഒന്ന് സ്കിഡ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ തീർന്ന്. അത് തീർന്നു പറഞ്ഞാൽ കാലൊടിയോ കൈയൊടിയോ, ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഉള്ള വലിയ പാറകളല്ലേ, അത് അങ്ങനെ സംഭവിക്കും. അപ്പൊ പോണ വഴിയിൽ, അതായത് ഞങ്ങളിപ്പോ അവിടെ നിന്ന് പോവുകയാണെ. അപ്പൊ പോകുമ്പോ ഓടിച്ചോടിച്ച് ഏകദേശമൊക്കെ പരിവായിട്ടുണ്ട്. ഫുഡ് അത്ര സെറ്റല്ല, നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്നാലും റൈഡിന്റെ ഒരു സുഖമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു ബസ്സിന് പോകാനുള്ള വഴി റൈറ്റ് സൈഡിലും ഒരു പറമ്പ്, ലെഫ്റ്റ് സൈഡിലും പറമ്പായിട്ടുള്ള അങ്ങനെ പറമ്പുകളോടുള്ള ഒരു വഴി ഒരു ബസ്സിന് കൃത്യമായിട്ട് പോവാം. വേണമെങ്കിൽ ആ ബസ്സുകാരൻ വിചാരിച്ചാൽ ഒരു ബൈക്കിന് അയാൾ വിചാരിക്കണം എന്നാലേ ബൈക്ക് കയറി പോവുള്ളൂ. പക്ഷെ ഇയാള് വിചാരിക്കുന്നില്ല. ഞങ്ങൾ ഒരു 10-20 കിലോമീറ്ററോളം പുള്ളി വിചാരിക്കാതെ ഞങ്ങൾ പുറകെ തന്നെ പോവാണ്. ഇതിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കല്ലേ. അപ്പൊ ഞങ്ങൾ തീരുമാനിക്കുന്നു ഓക്കെ എങ്ങനെയും കയറി പിടിക്കാം. ഇയാളാണെങ്കിൽ ഹോൺ അടിച്ചിട്ടും ഹെഡ്ലൈറ്റ് അടിച്ചിട്ടും ഒരു മൈൻഡും ഇല്ല. അവിടെയാണ് സ്റ്റോപ്പുകളും ഇല്ല. സ്റ്റോപ്പുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റും. അപ്പൊ എന്റെ ഫ്രണ്ടിലുള്ള ഒരുത്തൻ കയറിപ്പോയി, ഒരു ഗ്യാപ്പ് ഇട്ട് സ്കിഡ് ചെയ്തിട്ടൊക്കെ കയറിപ്പോയി. ഞാൻ അതിന്റെ പുറകെ കയറി. 3ാമത്തെ ഒരാൾ ഓക്കെ ഹാപ്പി, നമ്മൾ കയറി. അപ്പൊ ബാക്കിയുള്ളവരും പുറകിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നല്ല പൊടിയുണ്ട്, പുറകിലൊന്നും കാണുന്നുമില്ല. ഞങ്ങൾ കുറെ പോയിട്ട് പുറകിൽ അനക്കൊന്നുമില്ല. അപ്പൊ ഒരു നീണ്ടെന്ന് പറഞ്ഞ റോഡ്, ചുറ്റുഭാഗം മറ്റേ പാടം കാര്യങ്ങളൊക്കെ ഉണ്ട്, തൂണുകളൊക്കെ. അപ്പൊ ഞാൻ പതുക്കെ
ഇത് ഈ ജാക്കറ്റ് ഊരുക ക്യാമറ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇത്തിരി ചടങ്ങുള്ള പരിപാടിയാണല്ലോ. അത് ഓടിക്കുന്ന ആൾക്കാർക്ക് എടുത്തിട്ട് അറിയാം. അപ്പൊ അതൊക്കെ ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാം എന്നുള്ള പരിപാടിയൊക്കെ ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങിയപ്പോൾ ഇവരെ കാണുന്നില്ല കുറച്ച് നേരമായിട്ട്. അപ്പൊ ഓക്കെ ശരി വെയിറ്റ് ചെയ്യാൻ നോക്കിയപ്പോ പതുക്കെ ഒരു ബസ് വളരെ സ്ലോലി വരുന്നുണ്ട്. ആ അപ്പോഴത്തെ പഴയ സ്പീഡ് ഇല്ല ബസ്സിന്. ഒന്നും എന്താണെന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നോക്കിയപ്പോ ഇവന്മാര് ബാക്കിയുള്ള 4 പേര്, ഞങ്ങൾ 3 പേരാണല്ലോ ഫ്രണ്ടിൽ കയറി, ബാക്കി 7 പേരിൽ 4 പേര് ഈ വണ്ടീനെ വട്ടം വെച്ച് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇവര് പ്രതികാരം തീർക്കുക. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്റെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള രോഷക്കാരൻ, പഴയ SFIക്കാരന്റെ ഇതൊക്കെ എന്താണോ ഇവരെങ്ങനെ പെരുമാറുന്നത്. അപ്പൊ റോബൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അവൻ കാണിക്കുന്നത് പോവാന്നാ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു വാ കേറ് ഇവന്മാരെ ഇതാക്കുന്നാണ് ഞാൻ വിചാരിച്ചു. ഞാൻ എന്റെ വണ്ടി നടു റോട്ടിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് വയ്ക്കും. റോബൻ ദയനീയമായി എന്ത് പരിപാടി കാണിച്ചു, നമ്മള് പോവാനല്ലേ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രക്ഷയില്ലല്ലോ. അപ്പൊ ഈ ബസ്സുകാരന്റെ അടുത്ത് റോബൻ ഇംഗ്ലീഷിൽ തുടങ്ങി. ഈ കന്നഡയിൽ പോയിട്ട് എന്ത് ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് തമിഴിൽ തുടങ്ങി, ഒരു പിടുത്തമില്ല. അവസാനം ഇവരൊക്കെ നമുക്ക് എതിരായി. ബസ്സിലുള്ള ആൾക്കാരെ തടഞ്ഞു നിർത്തിയേക്കല്ലേ ഇവര്. അവർക്ക് യാത്രക്കാർക്ക് സംഭവം അറിയാം, കാരണം ഇവരെ കയറ്റി വിടാണ്ടാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും അവരുടെ സ്ഥലം വേറെ അന്യനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പിള്ളേര് നമ്മള് കട്ടം കാണിക്കാൻ അങ്ങനെ ഒരു അവര് വന്നിട്ട് അവരും തിരിഞ്ഞു തുടങ്ങി. പക്ഷെ നമ്മളെ ഇടിക്കാൻ അവന്മാർക്ക് എന്തോ ഇത് കാണുമ്പോ ഈ രൂപം ഇടിച്ചാലും ഒന്നും അധികം കേൾക്കില്ലല്ലോ. ഫുൾ ജാക്കറ്റ്, ഗ്ലൗസിലൊക്കെ ഇങ്ങനത്തെ ഇത്, പിന്നെ ലോകത്തില്ലാത്ത ചങ്ങലയും മാലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ വേഷം. അപ്പോ എന്നിട്ട് ഒരു കണക്കിന് ഞങ്ങള് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, റോം പറഞ്ഞു രക്ഷപ്പെട്ടോ രക്ഷയില്ല, അതായത് എങ്ങനെയെങ്കിലൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാ പോവുക, അല്ലെങ്കിൽ ഉമ്മാര് എന്തെങ്കിലും അങ്ങനെ അടിക്കണമല്ലോ. അത് നമ്മുടെ ഇതെന്താ ബുള്ളറ്റിന്റെ ഒരു പ്രശ്നം പറയാം, നമ്മള് ടെൻഷനായി വണ്ടി സ്റ്റാർട്ട് ബുള്ളറ്റിന് അതിനേക്കാൾ ടെൻഷനാവും. അപ്പൊ ഞങ്ങളൊരു കണക്കിന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ അവന്മാര് പുറകെ ഹൈ സ്പീഡില് ഇടിച്ചു പിടിച്ചില്ല എന്നല്ല. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്തോ പ്രശ്നം ഉണ്ടാക്കി പോകുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിൽ കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു കണക്ക് ഒരു ആ റോഡില് എന്താ വെച്ചാൽ ലെഫ്റ്റിലേക്ക് പോവാനോ റൈറ്റിലേക്ക് പോവാനോ വഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം, ഒരു ഓപ്പൺ പറമ്പും ഒരു ചായക്കട പോലത്തെ ഒരു സ്ഥലവും കുറച്ച് ആൾക്കാരെയും കണ്ട വരെയും ഈ ബസ്സുകാരൻ ഇതുപോലെ തന്നെ നമ്മുടെ പുറകെ പിടിച്ച് നമ്മൾ ആ ചായക്കടയിലേക്ക് നമ്മൾ കയറി. എന്നിട്ട് ഇയാള് എന്തോ തരാൻ തോന്നുന്നു, എന്തോ രാശരീതി സൈഡിൽ കൂടെ പോണ്ടായിരുന്നു. അപ്പൊ അവിടെയും ഈ പറയുന്ന മണ്ടത്തരം കൊണ്ട് കുറെ അബദ്ധങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. കാരണം പറയാൻ പറ്റില്ല. ഇന്ന് പക്ഷെ കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പിന്നെ പട്ടമടൽ കൊണ്ട് എറിഞ്ഞിട്ടുള്ള കഥയുണ്ട്. അതായത് ഇന്നിപ്പോ ഒരു വണ്ടിയുടെ സൗണ്ട് നമ്മളുടെ അടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ നമുക്ക് എന്തായി പിള്ളേര് കാണിക്കുന്നതെന്ന് തോന്നില്ലേ. എന്നേക്കാളും റാമ്പറപ്പ് ഇതിനേക്കാൾ മോശമുള്ള സൗണ്ടില് ഞങ്ങൾ ഈ ചേരാനൊരു വഴിയില് മറ്റേ കടൽ തീരത്തിന്റെ ഭാഗത്ത് കൂടെ മൺസൂൺ റൈഡ് എന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. ഇത് ശല്യം ഒരു 10-20 വണ്ടി വരിയായിട്ട് ഇത്രയും ഒച്ചയും ബഹളമായിട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടാവും. അവസാനം നാട്ടുകാർ മടലൊക്കെ വെട്ടി എറിഞ്ഞു. എനിക്കൊരു ഏറ് കിട്ടി. അതായത് എന്തോ ഒരു സാധനം വരുന്നു, നോക്കി നിർത്തി പോടേ എന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള സംഗതികളുണ്ട്. ഇപ്പൊ നമ്മള് കുറെ നേരം കഥകൾ പറഞ്ഞു, ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ പറഞ്ഞെങ്കിലും അതിനിടയിൽ രസകരമായിട്ടൊരു യാത്രയുടെ ഒരു മേമ്പൊടി ഉണ്ടായിരുന്നു പല സ്ഥലത്തും. അതെ, ഇനി എപ്പോഴെങ്കിലും ഇനി പോഡ്കാസ്റ്റ് ഇന്റർവ്യൂലായിരിക്കണം എന്നില്ല, അല്ലാത്ത സമയത്ത് നമ്മൾ കാണുമ്പോൾ യാത്രകളുടെ കഥ നമുക്ക് പറയാനുണ്ടാവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. കാരണം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ യാത്രകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ബുള്ളറ്റ് മേടിച്ചിട്ട് പിന്നെ പോയിട്ടില്ല, അത് അവിടെ ഇങ്ങനെ കിടന്ന് വേദനിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു ട്രിപ്പ് പോകണം, അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. യെസ്. അപ്പം ട്രാവലിസ്റ്റയുടെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും നമ്മൾ ഈ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിൽ പല മേഖലകൾ ഈ ട്രാവലേഴ്സിനൊരു നമ്മൾ തപ്പുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, പെയിന്റ് അടിക്കുന്ന ആളുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫിയും ട്രാവലും പിന്നെ പണ്ട് മുതലേ ഒരു അമ്മ പറ്റ അളിയന്മാരാണ്, അതുകൊണ്ട് എപ്പോഴും ഉണ്ട്. അപ്പൊ ഇനി അങ്ങനെ നമുക്ക് എന്തായാലും ഈ ഒരു സെഗ്മെന്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പുതിയ ഗസ്റ്റുകൾ വരും. സാൻഡോ അങ്ങനെ ഒരു പ്ലാനിൽ തന്നെ തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പൊ അവന്റെ ഇനി ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട്. അതെ, അതൊക്കെ കാണാം. സാൻഡോ ഞാൻ ജനിച്ചു പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു ആളാണ്. നമ്മളും അടുത്തടുത്തുള്ള ആൾക്കാരാണ്. അപ്പൊ പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു 20 വർഷത്തോളം മാറി നിന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്.
ഞാൻ സാൻഡോനൊക്കെ ആദ്യം കാണുന്ന സമയത്ത് സാൻഡോ ഇത്ര ഹിറ്റ് അല്ലെന്ന് തോന്നുന്നു. അന്ന് അഖിലാണ് എന്നെ പരിചയപ്പെടുത്തിയത്. സാൻഡോ സാൻഡോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഉപദേശമൊക്കെ കൊടുത്തിട്ടൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടത്തരാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളി എന്തോ ടാബിൽ എന്തോ സാധനം എഡിറ്റ് ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷെ അയാളൊക്കെ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഒരു സൈക്കിളില്, ഒരു ചെറിയ സൈക്കിളില് തുടങ്ങിയിട്ട് എന്താ പറയാ, കലാപം മണിയുടെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു സംഗതികൾ പോലെ ഇപ്പൊ കൊറോണ സമയങ്ങളിലൊക്കെയാണല്ലോ ഇത് ചെയ്തു തുടങ്ങിയത് അല്ലെ, അങ്ങനെ തന്നെയൊക്കെയാണ്. അപ്പൊ അതിനുശേഷം അയാൾ ഇന്നിപ്പോ എവിടേക്കാണ് ട്രാവൽ ചെയ്യണെന്നുള്ളതാണ്. അപ്പൊ അതായത് ആ എപ്പിസോഡുകൾ കാണുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതായത് ഇങ്ങനെ തുടങ്ങാം എന്ന് പറയുന്ന ഒരു പരിപാടികളുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഇൻസ്പിറേഷനാണ്. കാരണം ഇപ്പോ അയാൾ നാട്ടിലേക്ക് വരുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ലോകയാത്ര, ഇന്റർനാഷണൽ ട്രിപ്പുകൾ മാത്രമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ അഖിലിന്റെ അടുത്തും പറയാറുള്ളത്, ഇപ്പോ ഈ കാണുന്ന ആളുകൾക്ക് അറിയുമെന്നറിയില്ല, അപ്പൊ അഖില് എന്നെയൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ട്രാവലറാണ്. അത് അഖിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ സബ്ജക്റ്റിനെ കുറിച്ച്? ഞാൻ ഏഷ്യാനെറ്റിൽ, ഞാനത് എന്താ പറയാ, ഞാൻ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന സമയത്ത് അഖിൽ ആ കൂട്ടത്തിൽ, എന്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്ട് എടുത്ത് നിങ്ങൾ 4 പേര് കൂടിയിട്ട് ഒരു കാറില് ഓൾ ഇന്ത്യ ട്രിപ്പ്, എത്ര ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു? 100 ദിവസത്തെ. ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ തുടങ്ങുന്ന ദിവസമാണ് പോകുന്നത്. ഫസ്റ്റ് എയർ ചെയ്യുന്ന ദിവസം, അത് കഴിഞ്ഞിട്ട് അത് ട്രോഫി കൊടുത്തിട്ടാണ് തിരിച്ചെത്തുന്നത്. അതൊരു കാറിനകത്ത്. അന്ന് അഖില് എനിക്കൊന്ന് വീഡിയോ അധികം ഷൂട്ട് ചെയ്ത് ശീലമില്ല. പക്ഷെ ഒരു പുതിയ ക്യാമറ വാങ്ങി, ഗിംബല് വാങ്ങി, ഷൂട്ട് ചെയ്യാൻ പഠിച്ച് എക്സ്പേർട്ട് ആയിട്ടാണ് തിരിച്ചു വന്നത്. അത് എത്ര എപ്പിസോഡ് എയർ ചെയ്തത്? 25 എപ്പിസോഡ് നമ്മൾ എയർ ചെയ്തു. 25. പക്ഷെ ആ കണ്ടന്റുകൾ ഞാൻ കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും നിവൃത്തിയില്ല, അത് ഏഷ്യന്റെ പ്രോപ്പർട്ടി ആയി പോയി അല്ലേ. പിന്നെ അത് റിമൂവ് ചെയ്തു. ഡിസ്നി എടുത്തു. ഡിസ്നിന്റെ പോളിസീസ് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്നി ജിയോ വന്നപ്പോ പിന്നെ എന്തൊക്കെയോ. അല്ല, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ അന്ന് അഖിലിന്റെ അടുത്ത് പറയുകയും ചെയ്തു, അത് എങ്ങനെയൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി അഖിലിന് ഒരിക്കലും ആ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ടെറൈനൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ സാൻഡോ ആണെങ്കിലും എനിക്കിപ്പോ സാൻഡോ വേറൊരു ഇത് തുടങ്ങി, അഖില അതിനകത്ത് പാർട്ടാണ്. അഖില ആങ്കർ ചെയ്ത് തുടങ്ങിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അഖില ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എത്രത്തോളം സംസാരിച്ചു എനിക്ക് അറിയില്ല. എനിവേ, താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം.